ഹലോ നേഹ കേൾക്കാവോ? Yes. ഓക്കെ. നേഹ സ്റ്റാർട്ട് ചെയ്യാം. Hi, all. So, I hope everyone has joined. So, sorry for the delay actually. So, once again, a warm welcome to all who have joined for our session, നമ്മുടെ webinar, How to Get into Top Tier Architecture and BIM Firms. So, today, actually, നമ്മളുടെ webinar, we have a diverse group of participants today. Fresh graduates of architects, engineers, also we have working professionals. So I'm very much delighted to conduct this session. So a hearty welcome to all who have joined. I hope this will be very beneficial for you all. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഈ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുണ്ട് ഓൺ എ ഗ്ലോബൽ സ്കെയിൽ. ഇപ്പം നമുക്ക് നോർമലി ഉണ്ടായിരുന്ന പ്രൊഫഷണൽ കോഴ്സസ് കൂടാണ്ട് there are lots of other courses also being provided for the students as well as whoever is interested to join this design and construction field. ഏജ് ലിമിറ്റ്സ് ഇല്ലാണ്ട് ആർക്കും ഇപ്പം ഡിസൈൻ ഫീൽഡിലോ കൺസ്ട്രക്ഷൻ ഫീൽഡിലോ ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. സോ നമ്മുടെ ഏർലി ട്രെൻഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു വെച്ചാൽ നല്ലൊരു സോളിഡ് അക്കാഡമിക് ഫൗണ്ടേഷൻ ആദ്യം ബിൽഡ് ചെയ്യാം, ഗെറ്റിംഗ് ടു വെരി ഗുഡ് വെൽ നോൺ കോളേജ് പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, ആൻഡ് വി ഗെറ്റ് ടു ലേൺ എ ബിറ്റ് ഓഫ് ഡിസൈനിങ് തിങ്. നമ്മൾ എല്ലാവരും ഇപ്പം എല്ലാ ആൾക്കാരും ജോയിൻ ചെയ്തതില് നമുക്കറിയാം നമ്മുടെ അക്കാഡമിക്സ് വൈസ് നമ്മൾ ഡിസൈൻ വൈസ് കുറെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് നോളജ് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെ വി ഹാവ് സം കൈൻഡ് ഓഫ് തിയറി ആസ് വെൽ ആസ് ഡിസൈൻ ഓറിയന്റഡ് കോഴ്സ് ഫ്രം ആ കോളേജ്. സൂൺ ആഫ്റ്റർ ഫിനിഷിങ് നമ്മുടെ ഈ കോഴ്സും കാര്യങ്ങൾ ഫിനിഷ് ചെയ്ത ഉടനെ നമ്മൾ നോക്കാൻ പോകുന്നത് പിന്നെ ഒരു ജോബിലേക്കാണ്. നമ്മൾ സി വി പ്രിപ്പയർ ചെയ്യുന്നു, ഓഫീസിലേക്ക് കയറാൻ വേണ്ടി നോക്കുന്നു. വി ജസ്റ്റ് റാൻഡംലി പുട്ട് ഫോർവേഡ് ഓഫ് പോർട്ട്ഫോളിയോസ് ആൻഡ് സി വിസ് ടു ഓഫീസേഴ്സ്. അതിന് നമുക്ക് കോൾസ് വരുന്നു, നമ്മൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നു. ഇതാണ് നോർമലി കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. പക്ഷെ ദിസ് വാസ് ഈസി ഏർലിയർ. ഈ ഒരു ട്രെൻഡ് ഹസ് ബീൻ വെരി ബിഹൈൻഡ് us നൗ. ഇപ്പം ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുണ്ട് ഫീൽഡ് എന്ന് പറയുന്നത്. നമുക്ക് അത്ര പെട്ടെന്ന് ജോബ് ഒന്നും കിട്ടുന്ന ആ ഒരു രീതിയല്ല ഇപ്പം നടക്കുന്നത്. നമുക്കറിയാം ഒരു ഇയറിൽ പല കോഴ്സസും പ്രൊഫഷണൽ കോഴ്സസും അല്ലാണ്ട് ഡിപ്ലോമ കോഴ്സസ് ഒക്കെ കഴിഞ്ഞിട്ട് എത്തുന്ന എത്രയോ ബാച്ച് ഓഫ് സ്റ്റുഡൻസും ആൾക്കാരും ഒക്കെ ഉണ്ട്. സോ അവരിൽ നമ്മൾ എങ്ങനെ വേറിട്ടിട്ട് ഒരു ഓഫീസിലേക്ക് കയറാൻ പറ്റും, അതും ജസ്റ്റ് ഒരു നെയിം സേക്കിന് വേണ്ടി ഒരു ഓഫീസിൽ കയറാ, ഒരു ജോബ് പോവാ, അങ്ങനെയല്ല. ദാറ്റ് ഇസ് നോട്ട് എ മോട്ടീവ് എ വെൽ ഡിസൈനർ ഓർ എ ഗുഡ് ആർക്കിടെക്ട് ഓർ എൻ എഞ്ചിനീയർ ഷുഡ് ബി. വി ഷുഡ് ബി വെരി മച്ച് ഡിറ്റർമിൻഡ് ഇൻ ദ ഫീൽഡ് ആസ് വെൽ ആസ് ഇൻ ദി ഓഫീസ് വിച്ച് വി ആർ ചൂസിങ്. സോ ആ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. സോ ആ ഒരു ടിപ്സ് ആൻഡ് പെർഫോമൻസ് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, ഹൗ കെൻ വി ജസ്റ്റ് ടാക്കിൾ ദീസ് ഓബ്സ്റ്റക്കിൾസ് ദറ്റ് ഇസ് ബീങ് ഫേസ്ഡ്, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വെബിനാറിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ ആക്ച്വലി വോണ്ട് ദിസ് ടു ബി എ വെരി ഇന്ററാക്റ്റീവ് സെഷൻ. നിങ്ങൾക്ക് എന്ത് ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു കെൻ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ്, ഐദർ ഇൻ ദ ചാറ്റ് ബോക്സ് പറയാം, അല്ലെങ്കിൽ യു കെൻ ഓൺ യുവർ മൈക്ക് ആൻഡ് ജസ്റ്റ് ടെൽ. ഓക്കെ. So, getting into our architects training program. Before entering into our mastering in design and BIM course, then I would like to just present my story of architect. In the journey, I would like to just share. So, I think I'm familiar for all those who have joined. I'm architect Neha Firoz from Prashant and Associates. So, my journey towards architecture, എനിക്ക് actually architecture and engineering field രണ്ടും ഇഷ്ടമായിരുന്നു. When I was 2.5 years old, actually I lost my father. Actually എനിക്ക് അത്ര മെമ്മറീസോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ഫാദർ, ഹി വാസ് എ സിവിൽ എഞ്ചിനീയർ, വാസ് വെരി വെൽ നോൺ. ആ ഒരു ടൈമില് ഹി വാസ് ഹാവിങ് ഹിസ് ഓൺ ഫേംസ് ആൻഡ് ലോട്ട്സ് ഓഫ് വെൽ നോൺ പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ. സോ ഐ ലോസ്റ്റ് വെൻ ഐ വാസ് 2.5 years old. എനിക്ക് യാതൊരു ഓർമ്മയോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ വാട്ട് ഐ യൂസ് ടു ഡു ഫ്രോം മൈ ചൈൽഡ്ഹുഡ് വാസ്, എനിക്ക് ഉണ്ടായിരുന്നത് കുറേ ബണ്ടിൽസ് ഓഫ് സ്കെച്ചസ്, പ്ലാൻസ്, പേപ്പേഴ്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഇത് എന്താണെന്ന് അറിയാണ്ട് ഐ ജസ്റ്റ് സിംപ്ലി യൂസ് ടു സ്കെച്ച്, ജസ്റ്റ് ട്രേസ് ചെയ്യും. അന്നൊന്നും വരയ്ക്കാൻ അറിയില്ല. ഐ വാസ് ജസ്റ്റ് പ്രാക്ടീസിങ്, സീയിങ് ഹിസ് ബിറ്റ്സ് ഓഫ് പേപ്പേഴ്സ് ആൻഡ് സ്കെച്ചസ്.
അങ്ങനെ ആ ഒരു ഡ്രോയിങ് സ്കില്ല് അങ്ങനെ ചെറുപ്പം മുതലേ ഡെവലപ്പ് ആയി വന്നു. ആൻഡ് ദെൻ ആ ഒരു ഫോണ്ട് ടു ബിക്കം എ ഡിസൈനർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാന്നുള്ള ആ ഒരു എംബിഷൻ സ്റ്റാർട്ടഡ് ഗ്രോയിങ് ഇൻ മീ സിൻസ് ചൈൽഡ്ഹുഡ്. സോ ഐ ഹാഡ് എ ക്ലിയർ മോട്ടീവ്. ഈ രണ്ട് ഫീൽഡിലാണ് എന്റെ ഫ്യൂച്ചർ എടുക്കുന്നത്. സോ ഐ ഹാവ് ടു ഇംപ്രൂവൈസ് മൈസെൽഫ് ഇൻ ദിസ്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ മൈ എംബിഷൻ towards an architecture grew in me. All what I wanted was to make my father being live through my designs, and I wanted everybody to tell civil engineer daughter architect ആയിട്ടുണ്ട്, and she's working in this firm. So ആ ഒരു മോട്ടീവിന് വേണ്ടിയിട്ട് I struggled so hard in my life. I got into a very good college. Actually നമുക്കൊരു നല്ലൊരു അക്കാഡമിക് ഫൗണ്ടേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഏത് ഫീൽഡിലും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അങ്ങനെ പഠിച്ചത് MES കോളേജ് ഓഫ് ആർക്കിടെക്ചർ ആണ്, കക്കോടി. ഐ ഹാഡ് വെരി സപ്പോർട്ടീവ് ടീച്ചേഴ്സ്, എസ്പെഷ്യലി മൈ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് പ്രവീൺ ചന്ദ്ര. ഹി ഈസ് വെരി സപ്പോർട്ടീവ്. And through this journey of my architecture in academics, I used to host several programs for architects. കുറെ ആർക്കിടെക്ട്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. I was the one who used to host the programs. അങ്ങനെ ദാറ്റ് ഈസ് ഹൗ മൈ ടേണിംഗ് പോയിന്റ് ടുവേർഡ്സ് മൈ ലൈഫ് എന്ന് പറയാലോ. ആർക്കിടെക്ട് പ്രശാന്ത് സർ എന്റെ കോളേജിൽ വരുന്നുണ്ടായിരുന്നു ഫോർ കണ്ടക്ടിങ് എ പ്രോഗ്രാം. കുറെ ആർക്കിടെക്ട്സ് ഉണ്ടായിരുന്നു. ഐ വാസ് റിയലി ഇൻസ്പയർഡ് ബൈ ഹിസ് വേ ഹൗ ഹി വിഷ്വലൈസസ് ആർക്കിടെക്ചർ. സാറിന്റെ വിഷൻ ടുവേർഡ്സ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ആൻഡ് സാറ് പറഞ്ഞ ഓരോ വാക്കുകളും കാര്യങ്ങളൊക്കെ ഐ ഫെൽ റിയലി ഇൻസ്പയറിംഗ്, ആൻഡ് ഐ തോട്ട് this is the place where I need to get my practical training from. So ആ ഒരു ടൈമില് ഐ തിങ്ക് ദറ്റ് വാസ് ഡ്യൂറിങ് സെക്കൻഡ് ഇയർ ഓർ തേർഡ് ഇയർ, ആ ഒരു ടൈമില് ഐ വാസ് ജസ്റ്റ് മെയ്ഡ് അപ്പ് മൈ മൈൻഡ്, യെസ് ഈ ഒരു ഫേമിൽ വർക്ക് ചെയ്യണം സാറിന്റെ അണ്ടറിൽ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലേൺ ഹൗ ഹി വിഷ്വലൈസ് പ്രോജക്ട്സ്. നമ്മൾ കോളേജിൽ പഠിക്കുന്നതും നമ്മുടെ റിയൽ ലൈഫിൽ വരുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സോ അങ്ങനെ നല്ലൊരു ഫേമിൽ ട്രെയിനിങ്, അതും സാറിന്റെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഐ വർക്ക് റിയലി ഹാർഡ്. Internship time എത്തി. So I had to somehow get into his firm. So that was not at all an easy task. എന്റെ പ്രിൻസിപ്പൽ റെക്കമെൻഡ് ചെയ്തു. സോ ആ റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് എത്താനുള്ള പൊസിഷനിൽ ഐ ഹാഡ് ടു വർക്ക് റിയലി ഹാർഡ്. അങ്ങനെ ഇന്റേൺഷിപ്പ്, ആൻഡ് ഓൾസോ ഐ കെയിം ടു നോ വൺ ഓഫ് മൈ കസിൻ വാസ് പ്രശാന്ത് സേഴ്സ് ഫ്രണ്ട്. അങ്ങനെ റെക്കമെൻഡേഷൻ വഴി ഞാൻ അറ്റ് ലാസ്റ്റ് എന്റെ ഡ്രീം എന്ന് പറയാലോ അച്ചീവ് ചെയ്തു. ഐ ഗോട്ട് ഇൻ ടു ദ ട്രെയിനിങ്. To be honest, that was the most beautiful journey in my life. ആ ഒരു ടൈമിൽ എനിക്ക് സാറിന്റെ ഫേമിൽ നിന്നും കുറെ വർക്ക്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ബേസിക്കലി നമ്മൾ എല്ലാവരും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും വീട് ഡിസൈൻ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദി ഓൺലി തിങ് വിച്ച് വി ഹാവ് ടു ഫോക്കസ്. നമ്മുടെ എല്ലാ ടൈപ്പ് ഓഫ് പ്രോജക്ട്സും നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ അഥവാ എക്സിക്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. സോ ഇന്റേൺഷിപ്പ് സമയത്ത് എനിക്ക് കുറെ വർക്ക്സ് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ എന്റെ മോട്ടീവ് എന്ന് പറയുന്നത് യെസ് ഇന്റേൺഷിപ്പ് somehow I got into the firm. Now I have to keep up my name. നല്ലൊരു ഇന്റേൺ ആയിട്ട് I have to prove my skills. അവിടെ കയറിയതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ല, അവിടെ നമ്മുടെ സ്റ്റോറി എൻഡ് ആവുന്നില്ല. We have to work. അങ്ങനെ I just maintained the quality of works and I proved my skills. And after getting out from the firm, internship complete ചെയ്ത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് അതിന് പോകുമ്പോൾ വീണ്ടും എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന യെസ് ദിസ് ഇസ് എ പ്ലേസ് വെയർ ഐ ഹാവ് ടു ഗെയിൻ മോർ നോളജ്. നമ്മുടെ ഇന്റേൺഷിപ്പ് എല്ലാ കോഴ്സിലും വി ഹാവ് എ സർട്ടൻ പീരിയഡ് ഓഫ് പ്രാക്ടീസിങ് പീരിയഡ് ഇൻ കോൾഡ് ഇന്റേൺഷിപ്പ്. അത് ഭയങ്കര ലിമിറ്റഡ് ആണ്. നമുക്ക് അറിയാം ആദ്യം 1 year അല്ല 6 months ആയി, പിന്നെ 3 months. സം പീപ്പിൾ ഓൺലി ഹാവ് 1 month ഫോർ ദിയർ ഇന്റേൺഷിപ്പ്. ദാറ്റ് ഈസ് റിയലി റിയലി വെരി ലെസ് എമൗണ്ട് ഓഫ് പീരിയഡ്. അപ്പൊ ആ ഒരു പീരിയഡ് ഇസ് നോട്ട് ഇനഫ് ടു ഗെയിൻ നോളജ്, അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാനൊന്നും ആ ഒരു ടൈം പോരാ. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ കോഴ്സ് ഞാൻ വേറെ ഒന്നും ആക്ച്വലി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ദ സെയിം ഫേം ടു സ്റ്റഡി മോർ. അങ്ങനെ ഐ കെപ്റ്റ് മൈ പ്രോമിസ് ടു മൈ സെൽഫ്. അഗെയിൻ ഐ കോൾ ബാക്ക് ടു പ്രശാന്ത് സേഴ്സ് ഫേം. ആക്ച്വലി ദേ ഗോട്ട് ടു മീ. അവർക്ക് അറിയായിരുന്നു ഞാൻ അവിടെ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ. സോ ദേ റിവ്യൂഡ് മൈ പോർട്ട്ഫോളിയോ ആൻഡ് തിങ്സ്, ആൻഡ് ദെൻ യെസ് ഐ ജോയിൻ there as junior architect. That was really an amazing opportunity in my life. I still continue to work there, and I have involved into all kinds of projects like residential, commercial, and even a part of the international projects that they are dealing with. So yes, that is my story of being an architect in this firm. So what I want to say is that your story never ends somewhere.
അത് ആക്ച്വലി നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ സ്റ്റോറി. നമ്മുടെ ഈ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. നമ്മൾ ഈവൻ ആർക്കിടെക്ട്സ് ഡെയിലി ഡേ ബൈ ഡേ ദേ ആർ ലേണിംഗ് ഈച്ച് ആൻഡ് എവറിത്തിങ്. ആരും ഫുള്ളി നോളജ് ആയിട്ടുള്ള ആൾക്കാരല്ല. ദേ ഗെയിൻ നോളജ് ത്രൂ ദിയർ എക്സ്പീരിയൻസ്. സോ വാട്ട് വി ഹാവ് ടു ഹൈലൈറ്റ് ഇസ് ദി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. സോ ദാറ്റ് ഈസ് എ മെയിൻ തിങ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു എംഫസൈസ് ഇൻ ദിസ് വെബിനാർ ഓൾസോ. നമ്മൾ പറഞ്ഞ പോലെ ഗെറ്റിംഗ് ഇൻ ടു ടോപ്പ് ടയർ ആർക്കിടെക്ചർ ഫേംസ് ആൻഡ് ബിം, നമുക്കറിയാം കുറെ ആൾക്കാർ ഇപ്പം പാസ് ഔട്ട് ആവുന്നുണ്ട്. And everybody, when we are looking at the hiring posters, നമുക്ക് കാണാൻ പറ്റും what they are focusing is experience. ആദ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് എന്ത് പോകുന്നത്, ഓപ്പർച്യൂണിറ്റീസ് പോകുന്നത്. ആൻഡ് ദെൻ കംസ് എ ഫ്രഷേഴ്സ്. സോ ദാറ്റ് ഈസ് ബിക്കോസ് കുറെ ആൾക്കാർ പുറത്തേക്ക് ഈ ഫീൽഡിൽ വരുന്നുണ്ട്. സോ ദ ഫേംസ് ഇൻ ഇൻഡസ്ട്രി ഹാവ് ബീൻ വെരി സിലക്റ്റീവ്. ആൻഡ് ആർക്കാണ് അവരുടെ സ്കിൽസ് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ലൈക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് മാത്രമേ ഈ ഫീൽഡിൽ ത്രൈവ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ട്രൂത്ത് വി ഹാവ് ടു ആക്സെപ്റ്റ്. ആൻഡ് ആ ഒരു വേൾഡിൽ വെൻ വി ആർ ലിവിങ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഫീൽഡ്, നമുക്ക് എങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വാട്ട് വി ഹാവ് ടു ക്വസ്റ്റ്യൻ അവർ സെൽഫ്. സോ ബേസിക്കലി അങ്ങനെ ആ ഒരു തോട്ട് ആഫ്റ്റർ അക്കാഡമിക്സ് വെൻ ഗെറ്റിംഗ് ഇൻ ടു വർക്ക് എന്ന് പറയുന്ന നല്ല ഡിഫറൻസ് ഉണ്ട്. അക്കാഡമിക്സ് ഇസ് അനദർ പാർട്ട് ആൻഡ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇസ് അനദർ പാർട്ട്. രണ്ടാണ്. പക്ഷെ അത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും to advance our career. That is the thing what we have to highlight. So that is how we, Prashant and Associates Architects team, evolved with a course named Archnova. This is a new world towards the design and construction. This particular course offers actually opportunities to whoever who has interest to learn design and construction and want to move forward in this particular career. സോ ഈ ഒരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ വൈ ചൂസിങ് അസ്, നമ്മൾ എന്തിന് ചൂസ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യനിൽ യു ഹാവ് ടു ആക്ച്വലി ഹാവ് എ ബ്രീഫ് അബൌട്ട് വാട്ട് Prashant sir is, architect Prashant is, as well as what is his team and the project that they are dealing with. കാരണം നമുക്കറിയാം ഇപ്പം കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ മൈ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ് നമുക്കറിയാം ഏതൊരാളും സൂൺ അവരുടെ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും സോഫ്റ്റ്വെയറിന്റെ ആൾക്കാർ വരും. വി ഗെറ്റ് ക്ലാസ്സസ് റിഗാർഡിങ് സോഫ്റ്റ്വെയർസ്. സോ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ആവട്ടെ ബാക്കിയുള്ള ആൾക്കാരാവട്ടെ എല്ലാവരുടെ മൈൻഡിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സോഫ്റ്റ്വെയർസ് പഠിച്ചു കഴിഞ്ഞാൽ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ടു സം ഫേം വിത്ത് എ ഗുഡ് സാലറി പാക്കേജ്. മൈ ഫ്രണ്ട്സ്, ഐ ഷുഡ് സേ ദാറ്റ് ഈസ് എ ലൈ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ് ട്രൂത്ത് അല്ല. സി വി നീഡ് ടു അപ്ഗ്രേഡ് ആ സോഫ്റ്റ്വെയർ സ്കിൽ. നമുക്ക് എന്തായാലും സോഫ്റ്റ്വെയർ സ്കിൽ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഫീൽഡിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഏത് സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യണം, അത് എന്തുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കണം, ആൻഡ് പഠിക്കുന്ന സമയത്ത് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ഹാവ് ടു ഫോക്കസ് ഓൺ ഇസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആ ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഏതാണ് നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മൾ മനസ്സിലാക്കണം. അത് പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് അത്രത്തോളം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. സോ വി ആർ ഹിയർ ടു ഗൈഡ് യു ഓൾ how to get into top architecture and BIM firms, and how is our BIM course and the design course very different from the normal courses. That is the thing what I would like to highlight. So as I have already said, before getting into in detail about the course, I would like to call upon architect Malavika, who is daughter of Prashant sir. Actually, she is the very one, best one who can explain about the firm, the project that we are dealing with. So I would like to invite her to give a brief on our firm. ഹലോ, എൻ്റെ പേര് ആർക്കിടെക്ട് മാളവിക. ഞാൻ ചീഫ് ആർക്കിടെക്ട് എ കെ പ്രശാന്തിന്റെ മോളാണ്. ഞാൻ ഈ ഫേമിൽ റീജോയിൻ ചെയ്തിട്ട് 2 കൊല്ലമായി. സോ ഐ ഗിവ് യു ഒരു പ്രോപ്പർ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമ്മളുടെ ഫേമിനെ പറ്റിയിട്ട്. നമ്മളുടെ ഫേം അറൌണ്ട് 39+ ഇയേഴ്സ് ആയി കാലിക്കറ്റിൽ തുടങ്ങിയിട്ട്. ഇൻഫാക്ട് ഇറ്റ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഫേംസ് ഇൻ കാലിക്കറ്റ്. അപ്പം യു കെൻ ഇറ്റ് സെൽഫ് അണ്ടർസ്റ്റാൻഡ് ദി എമൗണ്ട് ഓഫ് എക്സ്പീരിയൻസ് നമ്മളുടെ ഓഫീസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓഫീസിന്റെ ബ്രീഫ് കയറുന്നതിന് മുന്നേ ഐ ഗിവ് യു ബ്രീഫ് അബൌട്ട് ആർക്കിടെക്ട് പ്രശാന്ത്. ഹി ഈസ് someone I describe as more than an architect. എല്ലാത്തിലും എല്ലാ ഫീൽഡിലും he has knowledge over most of it.
So he got his degree, BMS College, Bangalore in there. At the kind, he's member of IIA India, Triple ID, Indian Institute of Interior Designers. Then he's a consultant of Government of India for endangered tourism projects. പിന്നെ ഇപ്പം he's the president of All India Malayali Association, that is a part of charity which helps Indiaലും internationally any Malayalis in need. So as you can see, he is more than an architect. He is generally an all-in-all human. So നമ്മളുടെ ഫേമിനെ പറ്റി പറയുകയാണെങ്കിൽ ബിക്കോസ് നമുക്ക് 39 വർഷത്തിനെക്കാട്ടും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വി കവർ വേരിയസ് ടൈപ്സ് ഓഫ് പ്രോജക്ട്സ്. വി കവർ പ്രോജക്ട്സ് ഫ്രം residential projects, commercial projects. Commercial projects, ipo Calicut തന്നെ we have a lot of commercial projects. Hotels, resorts, educational institutions. Educational institutions will include another schools, colleges, universities, medical institutions, hospitals, multiplexes, malls, multiplex theaters, mixed use projects, public projects, and government projects. Government projects, for example, tourism projects, Kerala tourism വേണ്ടിയിട്ട് we have കുറച്ച് പുറത്ത് ആന്ധ്രാപ്രദേശ് ടൂറിസത്തിന് വേണ്ടിയിട്ട്. സോ ഞാൻ നമുക്ക് നമ്മുടെ PPT ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നമ്മളുടെ കുറച്ച് പ്രോജക്ട്സ് കാണിച്ചു തരാം. റെസിഡൻഷ്യൽ പ്രോജക്ട്സ് വെച്ചിട്ട് തുടങ്ങാം. നമ്മളിപ്പം ഈ ഒരു PowerPoint പ്രസന്റേഷനിൽ വി ആർ ഷോയിങ് ജസ്റ്റ് വെരി ഫ്യൂ റെസിഡൻസസ് ബിക്കോസ് നമ്മളുടെ അഗൈൻ 39 വർഷത്തിന്റെ എക്സ്പീരിയൻസ് വി ഹാവ് ക്യാപ്സ്യൂളൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ക്വിക്ക് ഒരു ബ്രീഫിന് വേണ്ടി. സോ ഫസ്റ്റ് ഇപ്പൊ റെസിഡൻസ് കാണുന്നത് ഇസ് ലോപമുദ്ര റെസിഡന്റ്, ഉത്തരാഖണ്ഡിലുള്ളത്. We do interior designing, we do entire projects, architects. We have നമ്മളുടെ ഓഫീസിൽ we have senior architects, junior architects, draftsmen, engineers, estimators, project coordinators. So I think we have all in all enough and more departments to cover an entire projects with consultants on board. So I believe when Neha takes back into the course, into explaining ഈ കോഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്തൊക്കെ ഈ കോഴ്സിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നേഹ പറഞ്ഞ മാതിരി ഞാൻ എന്റെയും ഒരു ചെറിയൊരു കഥ എന്ന് പറയാനില്ല, എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. I have worked in around 3 firms before joining എന്റെ അച്ഛന്റെ firm. So ഓരോ ഓഫീസസ് നിന്നും കിട്ടുന്ന എക്സ്പീരിയൻസ് വളരെ വളരെ ഡിഫറെന്റ് ആണ്. ആൻഡ് ഫോർ മീ, ഐ എം നോട്ട് സേയിങ് ദിസ് ബിക്കോസ് എന്റെ അച്ഛന്റെ ഫേം ആയതുകൊണ്ട്. പക്ഷെ ലൈക്ക് നേഹ സെഡ്, എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാനിത് കാണുന്നത്. നോബഡി ഇൻ ആർ ഫേം ടേക്സ് എനിത്തിങ് ഫോർ അഡ്വാൻറ്റേജ്. എല്ലാവർക്കും at any point we are allowed to understand എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള വർക്കും. അപ്പം ആൻഡ് അഗൈൻ നേഹ പറഞ്ഞ മാതിരി we aim to improve quality of understanding for an architect, for a budding architect especially. So അടുത്ത പ്രോജക്റ്റിലേക്ക് പോവാം. As you can see, this is a large scale residence, 30,000 square feet ഉള്ള ഒരു residence, മലപ്പുറത്ത്. I think this is an almost done project എന്ന് വേണം പറയാം. And next project, we moving on to small resorts and residential and hotels. So this is a plantation estate, Wayanadle experience. I think this is open to the public for booking. So ഇത് നിങ്ങൾക്ക് നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. This was done quite a few years back, and it's a fully completed project which is open. And coming to the next projects, Calicut, I think we can highlight some projects in Calicut. ഇപ്പം ഇതിൽ കാണുന്നത് first project, ongoing Hotel Royal Plaza, now renamed as Tiara, has recently opened up as well. And the next project is Thrissur. ഇവിടെ we have Ken's group in a project. So one thing I forgot to mention is Prashant and Associates നമുക്ക് കേരളത്തിൽ 3 ഫേം ഉണ്ട്. ഒന്ന് കോഴിക്കോട്, കൊച്ചി, പിന്നെ തിരുവനന്തപുരം. കൊച്ചി പനമ്പള്ളി നഗർ, തിരുവനന്തപുരം തൈക്കാട്. അപ്പം Calicut is our main firm. And but we do pan Kerala projects, we do pan India projects, and right now നമ്മൾ international projects like enter ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് മിക്സ്ഡ് യൂസ് ഗ്രൂപ്പ് പ്രോജക്ട്സിലേക്ക് പോകുന്നു. IMA ഹൗസിംഗ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹൗസിംഗ് മഞ്ചേരി,
പിന്നെ വരുന്നത് commercial projects with hotels. So ഇത് താഴെ commercial, which is either malls or shops, and മുകളിലേക്ക് they have hotel. And a few projects that I would like to speak about is ongoing projects. Andhra Pradesh Tourism Department, this year we completed, we had proposed around 10 to 11 projects. I believe it was a great opportunity for all of us. പഠിക്കാനും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും I think Neha can attest അതിനു വേണ്ടിയിട്ട് എല്ലാം ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ടു ഇംപ്രൂവ് ആൻഡ് improve experience for tourism in Andhra Pradesh. ഇപ്പം ഫസ്റ്റ് കാണുന്നത് ഹരിത റിസോർട്ട് ഒറവക്കല്ല് എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷനിലായിട്ടാണ് വരുന്നത്. ഇറ്റ് ഈസ് 1,26,000 സ്ക്വയർ ഫീറ്റ് പ്രോജക്ട്. രണ്ടാമത് വരുന്നത് വി ഹാവ് എ ഫ്യൂ മോർ പ്രോജക്ട്സ്. അഗൈൻ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ക്യാപ്ചലൈസ് ചെയ്തതാണ്. ഐ ബിലീവ് വൺസ് വി സ്റ്റാർട്ട് more interactions, we can get into detail about each building, and എല്ലാവർക്കും നമ്മളുടെ existing and current buildings പഠിക്കാനുള്ള opportunity ഉണ്ടാവും. ഇനി വരാൻ പോകുന്നത് നമുക്ക് ഇവിടെ ഇപ്പൊ കാലിക്കറ്റില് ഫ്യൂ ഇയേഴ്സ് ബാക്ക് തുറന്ന ഗോകുലം ഗലേറിയ മാൾ, കേരളത്തിലുള്ള ഫസ്റ്റ് ഷോപ്പിംഗ് മാൾ, ഐ ബിലീവ് ഫോക്കസ് മാൾ, അതെല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ബിൽഡിംഗ് ആണ്. പിന്നെ ഇപ്പൊ ഒരു ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ് കമേഴ്ഷ്യൽ പ്രോജക്ട് ചേർത്തല ജെന്റിൽമെൻ ചിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ താഴോട്ടേക്ക് വരുന്നത് വി ഡു ക്വൈറ്റ് എ ബിറ്റ് ഓഫ് മ്യൂസിയം പ്രോജക്ട്സ് ആസ് വെൽ. സോ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും എഴുത്തുകാരൻ തകഴി ശിവശങ്കരം പിള്ളേനെ അറിയാമെന്ന് ഊഹിക്കുന്നു. സോ വി ഡിഡ് ഒരു പ്രോജക്ട് തകഴി സ്മാരക മന്ദിരം ഇൻ മെമ്മറി ഓഫ് തകഴി ശിവശങ്കരം പിള്ളെ, വിച്ച് ഈസ് കറന്റ്ലി ഓൺഗോയിങ് പ്രോജക്ട്സ് ആൻഡ് ഇൻ എ ഫ്യൂ മന്ത്സ് അത് ഓപ്പൺ ടു ദ പബ്ലിക് ആയിരിക്കും. പിന്നെ താഴോട്ടേക്ക് കാണാൻ വരുന്നത് പിന്നെയും അഗൈൻ ബാക്ക് ടു നമ്മുടെ ആന്ധ്രാപ്രദേശ്. ഒന്ന് സ്ലൈഡ്സ് താഴോട്ടേക്ക് മാറ്റും, ഒന്ന് തകഴി ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ജസ്റ്റ് വൺ സ്ലൈഡ് ഓഫ്. പേജ് നമ്പർ 11. അതെ. So this is Tagiri Smaraka Mandiram. And next is our public project, Blue Flag Beach Resort at Kakinada Beach. ഇപ്പൊ കാണുന്ന ഈ പബ്ലിക് പ്രോജക്ട് ഇസ് കംപ്ലീറ്റ്ലി ടെമ്പററി സ്ട്രക്ചേഴ്സ്. അഗൈൻ ഇതൊക്കെ there will be an opportunity for എല്ലാവർക്കും ഇത് പഠിക്കാനായിട്ട്. ഇപ്പൊ ഇതുവരെ കാണിച്ച പ്രോജക്ട്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ റേഞ്ച് ഓഫ് പ്രോജക്ട്സ് ഇസ് വെരി ഹൈ. വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോജക്ട്സ്, പല തരത്തിലുള്ള പ്രോജക്ട്സ്, പല രീതിയിലുള്ള പ്രോജക്ട്സ്, പല ഡിസൈൻ സ്റ്റൈലുകളിലുള്ള പ്രോജക്ട്സ്. അപ്പൊ ഈ ഓരോ പ്രോജക്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇപ്പൊ നമ്മളുടെ ഓഫീസിലുള്ള കറന്റ് ആർക്കിടെക്ട്സ് ആൻഡ് ഇന്റേൺസ് ആർ thoroughly able to study everything and present everything, കുറച്ചും കൂടെ prepared for the next stage of your life as an architect or as an interior designer, as a draftsman or even as an estimator. I think എല്ലാ ഓരോ പ്രോജക്റ്റിനും ഒരു ഡിസ്റ്റിങ്ക്ട് യുണീക്നെസ് ഉള്ളതുകൊണ്ട് I think this is a great opportunity again, but I will let Neha explain that. നിങ്ങളിപ്പോ ജസ്റ്റ് ഒന്ന് ക്വിക്ലി താഴത്തേക്ക് പോയാൽ you can see a minute number of our team members. We have senior architects, we have urban designers, we have landscape architects, we have senior engineer, estimators, senior draftsmen, senior project coordinator. നമ്മളൊരു senior project coordinator call ഉണ്ട്, Mr. Shishant. So again, ഞാൻ ഈ ഫേമിനെ പറ്റി പറയുന്നത് is not only because I am a part of this firm since ഞാൻ ചെറുപ്പം മുതലേ, പക്ഷെ ഞാൻ one of the reasons I became an architect is because I ചെറുപ്പം മുതലേ കണ്ടു വളർന്നത് ഒരു ആർക്കിടെക്റ്റിനെ. ആ ഒരു തിങ്കിങ് പ്രോസസ്, ആ ഒരു ഐ തിങ്ക് വേ ഓഫ് ലൈഫ് എന്നെ ഭയങ്കരമായിട്ട് ഇൻട്രിഗ് ചെയ്തു. ഈ ഒരു കാര്യം ഞാൻ നേഹായിട്ട് നല്ലോണം റിലേറ്റ് ചെയ്യുന്നുണ്ട്. സോ if I have not missed anything, please Neha add on, but I'm giving the mic back to you. എല്ലാവർക്കും ഏകദേശം നമ്മുടെ ഫോമിനെ പറ്റി ഒരു ബ്രീഫ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Thank you so much. Okay, guys, so coming back to the course, as we have said, Archnova, Mastering Design and BIM.
So what actually നമ്മുടെ course എന്താണ്? So what is our motive and what are you guys going to get from this particular course? So അതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു 3 months ട്രെയിനിങ് പ്രോഗ്രാം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വി ഓൾ ഹാവ് സം കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഗെറ്റിംഗ് ഇൻ ടു ഫേംസ്. ഇപ്പൊ ഫ്രഷേഴ്സിനായാലും അവർക്ക് ഇന്റേൺഷിപ്പ് പോയപ്പോൾ തന്നെ അറിയാം ലൈക്ക് എങ്ങനെയാണ് ഒരു വർക്കിംഗ് എൻവയറമെന്റ്, ഓഫീസ് എൻവയറമെന്റ് എങ്ങനെയാണ് ഉണ്ടാവാം, ആൻഡ് വാട്ട് ഈസ് ആർ റോൾ വെൻ ഗെറ്റിംഗ് ഇൻ ടു എ ഫേം. ഇപ്പം നമ്മൾ ആക്ച്വലി അക്കാഡമിക്സ് കഴിഞ്ഞ ഒരു ഓഫീസിൽ കയറുമ്പോൾ വി ആക്ച്വലി നമ്മളൊരു പ്രോജക്റ്റിന്റെ മെയിൻ പാർട്ടിലേക്ക് വി നോട്ട് ഗോയിങ് ടു ബി ഇൻവോൾവ്. ഐദർ വി വിൽ ബി സംവെയർ ഇൻ ദ ഡിസൈൻ പാർട്ട്, അല്ലെങ്കിൽ സംവെയർ ഇൻ ദ സ്റ്റഡി പാർട്ട്, എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡ്രോയിങ് ചെയ്യേണ്ടത്. ഇപ്പൊ എഞ്ചിനീയേഴ്സ് ആയാലും എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടുത്തെ ഡ്രോയിങ്സ് നമ്മൾ ആദ്യം റെഫർ ചെയ്ത് പഠിക്കുന്നു. ആ ഒരു സ്ലോ ജേർണി ആണ് അല്ലെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഗ്രാജുവലി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി എടുക്കുന്ന ഒരു ഫേസ് ആയിരുന്നു ആ ഒരു ഇന്റേൺഷിപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഐ ഹോപ്പ് എവ്രിബഡി ഹാവ് റിയലൈസ്ഡ് ആ ഒരു ടൈമിൽ what we learn in academics when coming to real experience is entirely different. So we are trying to build a gap when coming out of an academic, entering into a professional career. So ഈ ഒരു ഗ്യാപ്പ് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ജംപ് സ്ട്രേറ്റ് ഫോർവേഡ് നമ്മളൊരു ഫേമിൽ പോയി ഒരു ഫ്രഷർ ആയിട്ട് നിൽക്കാണ്ട് നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ നോളജ് ഗെയിൻ ചെയ്തിട്ട് എങ്ങനെ നല്ല ഫേംസിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ പ്ലാനിങ് ഇൻ ടു. ആൻഡ് വി നോ ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ ഹു ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഫീൽഡ് ആൻഡ് വുഡ് ലൈക്ക് ടു ലേൺ more and more in their journey. സോ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ 3 months കോഴ്സ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് വിൽ ബി ഡീലിംഗ് വിത്ത് ബോത്ത് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ പ്രോജക്ട്സ്. റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ആയിരിക്കും നമ്മൾ മിക്ക ആൾക്കാരും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടാവാം. പക്ഷെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് നെസസറി ടു ഡീൽ വിത്ത് അതർ കൈൻഡ്സ് ഓഫ് പ്രോജക്ട്സ്. സോ ബേസിക്കലി നമ്മുടെ ഫേമില് വേരിയസ് പ്രോജക്ട്സ് ആസ് ആർക്കിടെക്ട് മാളവിക ഹാസ് ഓൾറെഡി ഗിവൺ യു എ ബ്രീഫ്. ദർ ആർ ലോട്ട്സ് ഓഫ് പ്രോജക്ട്സ്. പക്ഷെ നമുക്ക് ഈ 3 months വി വോണ്ട് ബി ഏബിൾ ടു കവർ ദാറ്റ് മെനി. സോ നമ്മൾ കൊടുക്കുന്ന കാര്യം ഈ 3 months എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം, ദാറ്റ് ഈസ് ആർ മോട്ടീവ്. സോ വാട്ട് വി ഹാവ് പ്ലാൻഡ് ഇസ് എ 3 months ട്രെയിനിങ് പ്രോഗ്രാം. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന 2 types ഓഫ് പ്രോജക്ട്സ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഒക്യുപ്പൻസി ആണ്. സോ ഈ ഒരു 2 കാറ്റഗറി ഓഫ് പ്രോജക്ട്സിലായിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സിന് ത്രൂ ഔട്ട് ഓരോ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലെറ്റ് മീ ജസ്റ്റ് ഷെയർ മൈ സ്ക്രീൻ വൺ സെക്കൻഡ്. Okay, so coming to this 3 months training program, we are going to deal with residential occupancy and commercial occupancy. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് എന്താണ് ഇനീഷ്യൽ സ്റ്റേജ്, നമുക്ക് ഒരാള് ക്ലയന്റോ അല്ലെങ്കിൽ ഒരു ടീം വന്നിട്ട് നമുക്കൊരു പ്രോജക്റ്റ് തരാണ്. സോ വി ഗെറ്റിംഗ് എ പ്രോജക്ട് ബ്രീഫ്, എന്തൊക്കെയാണ് നമ്മുടെ റോൾ, വാട്ട് വി ഹാവ് ടു ഡിസൈൻ. സോ ഈ ഒരു പ്രോജക്ട് ബ്രീഫ്, ഐ എം സോറി, ഐ ഗെസ് മൈ സ്ക്രീൻ ഹാസ് ഗോൺ. I hope my screen is visible. Hello? Visible ആണ് നേഹ. Okay, thank you. സോ നമുക്ക് ഒരാൾ പ്രോജക്റ്റ് കൊണ്ടുതരുമ്പോൾ ആ പ്രോജക്ട് ബ്രീഫ് കിട്ടിയ മുതൽക്ക് വാട്ട് ഈസ് ആർ റോൾ, നമ്മൾ അതിന്റെ റിക്വയർമെന്റ്സ് മനസ്സിലാക്കി എടുക്കണം, എങ്ങനെയാ ഡിസൈൻ ചെയ്യേണ്ടത്. സോ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് മുതൽ ലാസ്റ്റ് ആ പ്രോജക്റ്റിന്റെ കംപ്ലീഷൻ സ്റ്റേജ് വരെ ദർ ആർ ലോട്ട്സ് ഓഫ് സ്റ്റെപ്സ് ഇൻ ബിറ്റ്വീൻ. നമ്മൾ മേ ബി ഇപ്പം ഡിസൈനേഴ്സ് ആവട്ടെ എഞ്ചിനീയേഴ്സ് ആവട്ടെ അവർ ചെയ്യുമ്പോൾ മേ ബി വിൽ ജസ്റ്റ് സീ ദി ഇനീഷ്യൽ സ്റ്റേജ്, സൈറ്റ് വിസിറ്റിൽ നമ്മൾ പോകുന്നു, ഓക്കെ ഇവിടാണ് ആ ഒരു സ്ട്രക്ചർ വരാൻ പോകുന്നത്, ആൻഡ് ദെൻ വി സീ ദ ഫിനിഷ് സ്റ്റേജ് അല്ലെ. നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ഒരാളുടെ പ്രോജക്റ്റ് വ്യൂ ചെയ്യുകയാണെങ്കിലും
These are the only 2 steps where we are being very much familiarized. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് ഇത് ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ there are different streams, there are different steps to achieve it. So basically through our course what we are planning is ഇതിൽ വരുന്ന ഓരോ ആൾക്കാർക്കും ഈ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആയാലും കമേഴ്ഷ്യൽ പ്രോജക്റ്റ് ആയാലും ഇനീഷ്യൽ സ്റ്റേജ് മുതൽ എങ്ങനെയാ ഇതിന്റെ ഫിനിഷിംഗ് സ്റ്റേജ് വരെയുള്ള വർക്ക്സ് സെൽഫ് ആയിട്ട് ക്യാരി ഓവർ ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ട്രെയിൻ യു ഓൾ. കമ്മിങ് ടു റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ഓക്യുപ്പൻസി, ഇത് നമ്മൾ പ്രോജക്ട് ബ്രീഫ് കിട്ടിയ മുതൽക്ക് നമ്മൾ എന്തൊക്കെയാ റൂൾസ് ഇതിൽ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ഇവോൾവ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, ഒരു ക്ലയന്റ് ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം വാട്ട് ദേ ആർ ആക്ച്വലി എക്സ്പെക്ടിങ് ഫ്രം us. സോ ദർ ആർ ലോട്ട്സ് ഓഫ് ക്രൈറ്റീരിയാസ് ടു ബി ഡെൽറ്റ് വിത്ത്. സോ ഈ ഒരു കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു 3 months ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ്. സോ ബേസിക്കലി 3 months ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് 350+ hours വർക്ക്ഷോപ്സ് ആണ്. വിൽ ബി ഹാവിംഗ് എ വെരി ഗുഡ് സെറ്റ് ഓഫ് ടീം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ ഓരോ സ്റ്റേജിലും നമ്മൾ പ്രോജക്റ്റിന്റെ എന്തൊക്കെയാണോ നമ്മൾ പഠിക്കുന്നത് അതിന്റെ കറക്റ്റ് ട്രെയിനിങ് അതിൻ്റെതായിട്ടുള്ള കൺസൾട്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, മേ ബി നമ്മളിൽ കുറെ ആൾക്കാർക്ക് ചിലപ്പം പ്ലാൻ വരയ്ക്കാൻ അറിയുന്നുണ്ടാവും, ചിലപ്പം 3D ചെയ്യാൻ അറിയുന്നുണ്ടാവും, ചില ആൾക്കാർക്ക് ജസ്റ്റ് ഡിസൈനിങ് മാത്രമായിരിക്കും. സോ ഓരോരുത്തരും സ്പെഷ്യലൈസ്ഡ് ആവുന്നത് അല്ലെങ്കിൽ അവർക്ക് നോളജ് ഫുള്ളി ഉള്ളത് ചിലപ്പം ചില പാർട്സിലായിരിക്കും. പക്ഷെ ഈ ഒരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് പ്ലാനിങ് മുതൽക്ക് ഡിസൈനിങ് സ്റ്റേജ്, അതോട് തന്നെ നമ്മൾ കാർപ്പൻറ്റേഴ്സ് വർക്കേഴ്സിന് നമ്മൾ കൊടുക്കുമ്പോൾ വി ഗിവ് ദം എ സെറ്റ് ഓഫ് ഡ്രോയിങ്സ്, വർക്കിംഗ് ഡ്രോയിങ്സ് എന്ന് പറയും. സോ ആ വർക്കിംഗ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫ്രം ദി നോർമൽ ഡ്രോയിങ്സ് ദാറ്റ് വി ഡു. അതിൽ കറക്റ്റ് നമ്മൾ ഓരോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ഡ്രോയിങ്സ് ആയിരിക്കും. സോ ആ ഡ്രോയിങ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വൺ ഫാക്ട് വാട്ട് വി ഓൾ ഹാവ് ടു റെക്കഗ്നൈസ് ഇസ്, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കുറെ സ്റ്റുഡൻസ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ 3D ചെയ്യുമ്പോൾ വി ജസ്റ്റ് റാൻഡംലി ഡിസൈൻ, വിഷ്വലി പ്ലീസിങ് ആവാൻ വേണ്ടി നമ്മൾ പല രീതിയിലും ഡിസൈൻ ചെയ്യും അല്ലെ. പക്ഷെ നമുക്ക് ആർക്കും നമ്മൾ എന്താ കൊടുക്കുന്ന സാധനം, മെറ്റീരിയൽ എന്താണ്, ഈ ഒരു കളർ പെയിന്റ് ഇവിടെ നാട്ടിൽ അവൈലബിൾ ആണോ, ഇനി ഈ ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്, ലേബേഴ്സിന് കിട്ടോ, ലേബേഴ്സിന് എങ്ങനെ നമ്മൾ ഈ ഒരു വർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം ത്രൂ ആർ ജേർണി. സോ ഓൾ ദീസ് തിങ്സ് നമ്മൾ ഒരു ഫേമിൽ കയറിയ ഉടനെ നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നില്ല. നമ്മളിപ്പോ ഒരു ഫേമിൽ കയറുമ്പോൾ ആസ് ഐ ഹവ് ഓൾറെഡി സെഡ് വിൽ ബി ജസ്റ്റ് കൺഫൈൻഡ് ടു എ സ്മോൾ പാർട്ട് അല്ലെങ്കിൽ മേ ബി എനി പാർട്ട് ഓഫ് ദി ഡിസൈൻ അല്ലെങ്കിൽ പ്രോജക്ട്. പക്ഷെ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഓരോ സ്റ്റേജും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ നമ്മൾ എടുക്കുന്നത് ലൈവ് പ്രോജക്ട്സ് തന്നെ ആയിരിക്കും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ എപ്പോഴും ഈ പ്രാക്ടിക്കൽ സെഷനിൽ കയറിയാൽ പോലും നമ്മൾ ഈ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് അതിലേക്ക് എത്തുന്നില്ല. സോ നമ്മൾ ലൈവ് ആയിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ വിൽ ബി വെരി മച്ച് ഇൻട്രസ്റ്റഡ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരിക്കും എങ്ങനെയാ ഇത് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനം തെറ്റിക്കഴിഞ്ഞാൽ ഇൻ റിയൽ ഫീൽഡിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവാം, വാട്ട് വിൽ ബി ദ കോൺസിക്വൻസസ്, ഇതൊക്കെ നമ്മൾ അറിയണം. സോ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബ്യൂട്ടിഫുൾ ജേർണി ഇൻ ദിസ് ഫീൽഡ് തിരിച്ചറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു 3 months പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ആസ് ഐ ഹവ് ഓൾറെഡി സെഡ്, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പല രീതിയിലായിട്ട് ഡിസൈൻ ചെയ്യുന്നു വിഷ്വലി പ്ലീസിങ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഇൻ റിയൽ എങ്ങനെ കൊണ്ടുവരും, സോ അതിന് നമുക്ക് വെൽ നോളജ് വേണം. വി ഹാവ് ടു നോ ഹൗ ടു സെലക്ട് മെറ്റീരിയൽസ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഹൗ ടു അപ്ലൈ ദം ടു ആ പ്രോജക്ട്, അതെങ്ങനെ നമ്മൾ വർക്കേഴ്സിന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മെറ്റീരിയൽ സ്റ്റഡിയിലാണ് വരുന്നത്. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ദാറ്റ് ഇസ് കോൾഡ് എസ്റ്റിമേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇത് നമ്മൾ ജസ്റ്റ് ഡിസൈൻ ചെയ്താൽ മാത്രം പോരാ, ഇത് ഫീസിബിൾ ആണോ, ഫിനാൻഷ്യലി വിത്ത് ദ ക്ലയന്റ് ഇസ് ഓക്കെ ടു ക്യാരി ഓവർ ദിസ് പ്രോജക്ട് ഇസ് നെക്സ്റ്റ് അനദർ ക്വസ്റ്റ്യൻ. നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ എസ്റ്റിമേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇസ് വൺ അനദർ കീ പോയിന്റ് ദാറ്റ് വി ഓൾ ഹാവ് ടു ലേൺ. സോ ആ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ കവർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഹൗ ടു ക്യാരി എ പ്രോജക്ട്. Project management is one main factor which all the firms are looking up to when they are hiring a person to their firm. ഇൻഡസ്ട്രീസ് ആവട്ടെ എല്ലാവരും ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് പ്രോജക്ട് മാനേജ്മെന്റ്. വിൽ ദാറ്റ് പേഴ്സൺ throughout his journey, will he or she be able to carry that project in their office? അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റോ, അവർക്കൊരു ടീമിനെ കൊടുത്തു കഴിഞ്ഞാൽ will they be able to work? All these are the things that is
നമ്മുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. സോ ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻവോൾവ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റുഡന്റ് or whoever is joining this program well equipped ആക്കുക. That is our motive. So we include interactive sessions and exercise program. And one thing what I would like to clarify is that ആരും ഈ വെബിനാർ കേട്ടിട്ട് ഇതൊരു തിയറി ഓറിയന്റഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുകയും ചെയ്യരുത്. ദിസ് ഇസ് കംപ്ലീറ്റ്ലി എ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ്. നമ്മള് ലെക്ചേഴ്സ് ഒരു 1 hour സെഷനൊക്കെ നമ്മുടെ കൺസൾട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴാണ് ഒരു ഫയർ കൺസൾട്ടന്റിനോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ കൺസൾട്ടന്റിനെ മീറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. സോ നമ്മൾ ഈ പഠിക്കുന്ന കൂട്ടത്തിൽ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാ ചെയ്യേണ്ടത്, ആ ഒരു റൈറ്റ് കാര്യം എന്താണ് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു എസെൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ടീമിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ യു വിൽ ബി ഹാവിംഗ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആൻഡ് എക്സസൈസ് പ്രോഗ്രാംസ്. വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു 3 monthsലൂടെ ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും, ആസ് വെൽ ആസ് ഫീൽഡ് നോളജ്. Coming to the material study, we have 56 hours of field material study. ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയൽ സപ്ലയേഴ്സും ഡീലേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽസ് ആണോ കൂടുതലായിട്ട് അറിയേണ്ടത്, യു ക്യാൻ ഡയറക്ട്ലി ഗെറ്റ് ഇൻവോൾവ് ടു ദം ആൻഡ് ദെൻ ലേൺ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, ഇസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്. ഐ ഷുഡ് സേ മെറ്റീരിയൽ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഒരു എൻഡ്ലെസ് ജേർണിയാണ്. നമ്മൾ എത്രത്തോളം പുതിയ മെറ്റീരിയൽസ് കണ്ടുമുട്ടുന്നു അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മെറ്റീരിയൽ സ്റ്റഡി എന്ന് പറയുന്നത്. സോ യു വിൽ ഗെറ്റ് സം you will get to learn and explore materials as well as deal with the material suppliers. ഷോറൂം വിസിറ്റ്സ് ഉണ്ടായിരിക്കും. അത് കൂടാണ്ട് തന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് കൂടാണ്ട് നിങ്ങളിപ്പോ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു റിയൽ ആയിട്ടുള്ള ലൈവ് പ്രോജക്ട്സ് ആണ് നമ്മൾ ഈ 3 monthsലൂടെ ചെയ്യാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി സൈറ്റ് പോയിട്ട് നമ്മൾ പരിചയപ്പെടണം. നമുക്കറിയാം ഒരു സ്ട്രക്ചർ ഇവോൾവ് ചെയ്യുന്ന എർത്തിൽ നിന്നാണ്. സോ അതിനെ ഡിസ്ട്രക്ട് ചെയ്യാണ്ട് അതിനെ നാച്ചുറലി ഒരു ഡിസൈൻ ഒരു സ്ട്രക്ചറിനെ ഇവോൾവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് തന്നെയാണ് ഒരു ഡിസൈനേഴ്സിനും എഞ്ചിനീയേഴ്സിനും ഒക്കെ. സോ നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അടുത്തറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സൈറ്റ് ആണ്. സോ ഒബ്വിയസ്ലി വി നീഡ് സൈറ്റ് വിസിറ്റ്സ് എക്സ്പീരിയൻസ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ പ്രോജക്ട് കോർഡിനേഴ്സ് ഉണ്ടാവും, സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. So you will be having workshops on various types of projects. ഓരോ ഡിഫറെന്റ് സ്റ്റേജിലും ഓരോ ടൈപ്പ് പ്രോജക്റ്റ് നിങ്ങൾ ഡീൽ ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള കൺസൾട്ടന്റിന്റെ ക്ലാസ്സോട് കൂടിയിട്ടേക്കും നിങ്ങൾ ഓരോ സ്റ്റെപ്പിലേക്കും പോകുന്നുണ്ടാവാം. ഇത് കൂടാണ്ട് നമുക്കറിയാം ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. സോ നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത് ഡസന്റ് മാറ്റർ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഓൾസോ ലേൺ ഡിസൈനിങ്. എങ്ങനെ ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിന്റെ കൂടെ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഹൈലൈറ്റ് ഇസ് ദാറ്റ് ഈ പറയുന്ന ഓരോ സ്റ്റേജസും അക്കംപനി ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അത് ചിലപ്പോൾ ചില സെറ്റ് സ്റ്റുഡൻസിന് അറിഞ്ഞിരിക്കുന്ന സോഫ്റ്റ്വെയർസ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് അത് ന്യൂ പുതിയ കാര്യമായിരിക്കാം. സോ നിങ്ങൾ ഈ ഓരോ സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസ് ഏത് സോഫ്റ്റ്വെയറിനാണോ, സോ വിൽ ബി ഗിവിംഗ് യു ദ ക്ലാസ് ഓൺ ദാറ്റ് സോഫ്റ്റ്വെയർ ഓൾസോ. ആൻഡ് ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് MEP ഇവാലുവേഷൻ, സ്ട്രക്ചറൽ MEP എസ്റ്റിമേഷൻ, ഈ എല്ലാ കാറ്റഗറീസും ഒരു പ്രോജക്റ്റ് ക്യാരി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഓഫീസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എല്ലാ സ്റ്റേജസും പഠിക്കാൻ പറ്റും. ആൻഡ് യു ക്യാൻ ആക്ച്വലി ഫൈൻഡ് ഔട്ട് വിച്ച് ഇസ് ബെസ്റ്റ് ഫോർ യു. ഡിസൈൻ ആണോ, അല്ലെങ്കിൽ പ്രോജക്ട് എക്സിക്യൂഷൻ ആണോ, കൺസ്ട്രക്ഷൻ ആണോ, ഇനി അതല്ല ഇഫ് യു ഫൈൻഡ് ഇൻട്രസ്റ്റ് ഇൻ എസ്റ്റിമേഷൻ യു ക്യാൻ ഓൾസോ ഗോ അഹെഡ് ഫോർ എസ്റ്റിമേഷൻ. സോ യു are open to choose whatever stream you like after this course. Only thing is that don't miss out the opportunity to get into such course. And then നിങ്ങൾ ഏതിലാണ് എക്സൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാണ്ട് ജോയിൻ ചെയ്യാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് coming to the end of the course, what I would like to tell is that സോ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫാണ് നമ്മുടെ കോഴ്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി വി ഹാവ് എ ടൈം ലിമിറ്റ്, സോ ഐ ഗിവൺ യു എ ബ്രീഫ്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ ഇസ് ദാറ്റ് നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ ഈ 3 monthsലൂടെ പഠിക്കുന്നുണ്ട്.
നമ്മളിപ്പം 5 years ആവട്ടെ 3 years ആവട്ടെ ഇതിനൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒരു ഫേമിലേക്ക് കയറുന്നത്. ബട്ട് സ്റ്റിൽ ദാറ്റ് ഹസ് ബിക്കം വെരി ചാലഞ്ചിങ്. കാരണം എക്സ്പീരിയൻസ് എന്നുള്ള കാര്യമാണ്. ആൻഡ് ഈ ഒരു 3 months നിങ്ങൾ പഠിച്ചു, കുറെ ഇതിന് പ്രാക്ടിക്കൽ നോളജ് ഗെയിൻ ചെയ്തു. ആഫ്റ്റർ ഓൾ യു ഹാവ് ടു ഷോ ഇറ്റ് ടു സംബഡി എൽസ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഷോക്കേസ് ചെയ്യാൻ പഠിക്കണം. What you have to do is, once learning all these things, you have to be able to present yourself before others. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ജസ്റ്റ് വേർബലി അല്ലാണ്ട് വി ഹാവ് ടു ഗെറ്റ് എ വെരി ഗുഡ് പോർട്ട്ഫോളിയോ ഇൻ ഓർഡർ ടു ഷോ കേസ് അവർ സെൽഫ്. നമ്മൾ എന്താന്നുള്ളത് ത്രൂ വേർബലി അല്ലാണ്ട് സംതിങ് വേ വി ക്യാൻ ഷോ അവർ സെൽഫ് ത്രൂ ഡിസൈൻസ് ആൻഡ് ദ വേ വി ഹാവ് ലേൺ. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ്. And portfolio, I know everybody might have been dealing with a portfolio, but to build up a very good portfolio, you need to learn the tips and performance, how to do it. So towards the end of this 3 months course, we'll be providing a workshop on how to build the portfolio. And ഈ 3 monthsലൂടെ നിങ്ങൾ പഠിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രസന്റേഷൻ രൂപത്തിൽ നിങ്ങൾ വർക്ക് ചെയ്തത് പോർട്ട്ഫോളിയോ വഴി എന്താക്കും, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും. സോ ടുവേർഡ്സ് ദി എൻഡ് നിങ്ങൾ അത് ഏത് ഫോമിൽ കൊണ്ടുപോവാണെങ്കിലും യു ഹാവ് സംതിങ് ടു ഷോ ദം or to express yourself. Yes, I am actually well knowledge in every field. I think I have experience in all these categories. So അതെന്ന് പറയുന്നൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ആൻഡ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു വൈഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് BIM ആണ്. നിങ്ങൾ BIM പഠിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് ഇൻ ടു വെരി ടോപ്പ് ഫേംസ്. പക്ഷേ BIM is being provided by many people all around, and people are really confused ഏത് ജോയിൻ ചെയ്യണം എന്നുള്ളത്. One tip what I would like to give to my fellow mates is that everybody will be providing you the software kind of courses. പക്ഷെ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ചാൽ റിയൽ ആയിട്ട് ലൈവ് പ്രോജക്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർസ് പഠിപ്പിച്ചു തരുന്നത് ആരാണ്, യു ഷുഡ് ഗോ ബിഹൈൻഡ് ദം. ബിക്കോസ് ഒരു പ്രാക്ടീസിങ് ആള് എടുക്കുന്നതിലുപരി ഒരു നോർമലി ഒരു സോഫ്റ്റ്വെയർ സെന്ററിൽ നിന്ന് എടുക്കുന്നത് രണ്ടാണ്. സോ BIM കോഴ്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ലൈവ് പ്രോജക്ട്സിൽ തന്നെയാണ് നിങ്ങളെ കൊണ്ട് ഈ 3 monthsൽ BIM കോഴ്സും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. സോ to explain more about the BIM course that has been integrated to this mastering design, I would like to call upon the founder of the BIM Builders, that is Migdad, to continue the session. Hi all. കേൾക്കാവോ? ഹലോ. കേൾക്കാം. ഓക്കെ. എൻ്റെ പേര് മിഗ്ദാദ് എന്നാണ്. പിന്നെ ഞാൻ ആൽഡേഴ്സ് BIM ടെക് എന്ന് പറയുന്ന ഒരു BIM മോഡലിംഗ് ഫേമിന്റെ ഫൗണ്ടറാണ്. അപ്പം എൻ്റെ ഒരു ജേണി പറഞ്ഞു തുടങ്ങാം. ആക്ച്വലി അതായത് ഞാൻ ആക്ച്വലി 2018 പാസ് ഔട്ട് ആണ്. അപ്പം പാസ് ഔട്ട് ആകുമ്പോൾ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ബേസിക്കലി. അപ്പം പാസ് ഔട്ട് ആകുന്ന സമയത്ത് പിന്നെ ഞാൻ ആക്ച്വലി കോർ മെക്കാനിക്കലിനോട് ഒരു അത്ര താല്പര്യം ഇല്ലാത്ത ഒരു സ്റ്റേജിലായിരുന്നു ഉള്ളത്. ഐ മീൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം, ഇനി അല്ലെങ്കിൽ MBA പോകണോ, ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇത് പോകണോ, അങ്ങനെ ഒരു താല്പര്യം ഉള്ള ഒരു ഫീൽഡ് ഏതാണ് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ എൻ്റെ എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. അപ്പോൾ ബ്രദേഴ്സ് ഓൾറെഡി സിവിൽ എഞ്ചിനീയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ ചെറിയൊരു ഫേം റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒബ്വിയസ്ലി എനിക്ക് ഈ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് AC ഫീൽഡുമായിട്ട് കുറച്ചൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പം കുറച്ച് ദിവസം എന്തായാലും ഞാൻ അവിടെ നിൽക്കട്ടെ എന്നുള്ള നിലക്കാണ് ഞാൻ ആക്ച്വലി എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ പക്ഷേങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. എന്താണ്, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, വൈ ഐ ആം ഹിയർ എന്നുള്ളൊരു പിന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സമയത്ത് തന്നെ ഞാൻ ഒരു 5 years ബാക്ക് തന്നെ ഞാൻ പിന്നെ എങ്ങനെ ഈ ഒരു AEC ഫീൽഡിലേക്ക് എങ്ങനെ ഒരു എൻട്രി എടുക്കാൻ, അല്ലെങ്കിൽ അവിടെ അപ്സ്കിൽ ചെയ്യാൻ ഏതാണ് കോഴ്സ് ഉള്ളത്, അങ്ങനെ ഞാനും ആക്ച്വലി ഒരു ഓൺലൈൻ കോഴ്സ് 7 to 8 months ഉള്ള ഒരു ഓൺലൈൻ കോഴ്സ് എടുത്തിട്ടാണ് ആക്ച്വലി BIM പഠിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ഓഫീസിലോ കാര്യങ്ങളോ നമുക്ക് എവിടെയും BIM-ന്റെ ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പം പക്ഷെ എന്നാൽ പോലും ഞാൻ ആക്ച്വലി ആ സമയത്ത് നമ്മൾ റെവിറ്റ് പഠിച്ചതായത് കൊണ്ട് തന്നെ നമ്മളെ ഫേമിലുള്ള വർക്ക് കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ റെവിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി. ആ രീതിയിൽ ഞാൻ കുറച്ച് റെവിറ്റിൽ സെറ്റായി വന്നു. അപ്പം ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു ആക്ച്വലി. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് ആക്സിഡന്റലി നമുക്കൊരു BIM വർക്ക് കിട്ടുന്നത് ആക്ച്വലി. അപ്പം അതായത് കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇഞ്ചിയ ഇറ്റലി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഇഞ്ചിയ ഇറ്റലി ആക്ച്വലി ഇറ്റലി ബേസ്ഡ് കമ്പനിയാണ്. ഇറ്റലിയിൽ വെറോണ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു MEP കമ്പനിയാണ്.
ബിം MEP ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനി. അപ്പം അവർക്ക് ആക്ച്വലി കോഴിക്കോട് ഒരു ബിം ഫേം ഉണ്ട്. ഐ മീൻ ഒരു ബാക്ക് ആൻഡ് ഓഫീസ് ഒക്കെ പോലെ. അത് അവർക്ക് നേരത്തെ അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഖത്തറിലുള്ള ഒരു ഡെൽറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഡെൽറ്റയിൽ വർക്ക് ചെയ്ത ഒരാൾ അവർ ഈ ഒരു ക്ലയന്റുമായിട്ട് അവർ നാട്ടിൽ ഒരു ഓഫീസ് ഇട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു 8 സ്റ്റാഫിനെ വെച്ചിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയിൽ ആക്ച്വലി ദേ ആർ വർക്കിംഗ് ഫോർ ഈ ബിം ഇഞ്ചി ഐറ്റലി എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് എക്സ്ട്രാ വർക്ക്സ് വരും. അപ്പൊ അങ്ങനെ ഒരു വർക്ക് വരുന്ന സമയത്ത് ഞാൻ ആക്ച്വലി അവർക്ക് ഇത് ചെയ്യാനുള്ള സ്റ്റാഫ്സിന്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ ആ സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉള്ള സമയത്ത് ഇങ്ങനെ ബിം ചെയ്യുന്നതിന് അല്ലെ ബിം MEP ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ ഇവിടെ എന്നുള്ള പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്ന് അപ്പൊ അവര് ത്രൂ അവരൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഐ മീൻ ഒരു ആയിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവര്. അപ്പൊ ഞാൻ എന്തോ ആക്ച്വലി ബിമ്മിന് സംതിങ് ചെയ്തിട്ടുണ്ട്, കോഴ്സ് ചെയ്തിട്ടുണ്ട്, ഇനി അല്ലെ നമ്മളെ ഓഫീസിൽ അത്യാവശ്യം റെവിറ്റിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ അറിയുന്ന എൻ്റെ ഫ്രണ്ട് ആക്ച്വലി ഞങ്ങളെ റെഫർ ചെയ്യായിരുന്നു ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ഒരു ബിം പ്രൊജക്റ്റിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി ഓൾറെഡി ഈ നമ്മൾ ഓഫീസിൽ റെവിറ്റിലാണ് ചെയ്യുന്നത്. അപ്പൊ മോഡലിംഗിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസിലായിരുന്നു ഉള്ളത്. പക്ഷെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ നമ്മൾ ഞാനൊരു കോഴ്സ് എടുത്തിട്ടാണ് ഇത് പഠിച്ചത്. പക്ഷെ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ഈവൻ അവർ ഒരു ലൈവ് പ്രൊജക്ട് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രൊജക്ട് തന്നിട്ടാണ് നമ്മൾ ഫൈനൽ പ്രൊജക്ട് ഒക്കെ ചെയ്തതെങ്കിൽ പോലും പിന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ ഈ മോഡലിംഗ് അറിയാം, പിന്നെ അതേപോലെ ടൂൾസിൽ പ്രൊഫഷൻസി ഉണ്ട്. പക്ഷെങ്കിൽ ഈ എങ്ങനെയാണ് ഒരു ലൈവ് പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് അപ്പൊ ഈ ഇഞ്ചി ഐറ്റലിൽ നിന്ന് നമ്മളൊരു വർക്ക് കമ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്. അപ്പോൾ ആ വർക്ക് ആക്ച്വലി നമുക്ക് ആദ്യം കിട്ടിയൊരു ഫയൽ റീഡ് ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ല ആക്ച്വലി. അപ്പൊ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോയിന്റ് ക്ലൗഡ് ഫയൽ ആയിരുന്നു. പോയിന്റ് ക്ലൗഡ് ഫയൽ എന്ന് പറയുമ്പോൾ സ്കാൻ ടു ബിം, അതായത് ഇവിടെ നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ വെച്ചിട്ട് സ്കാൻ ചെയ്യുന്ന പോലെ അവിടെ ലേസർ സ്കാനർ ലിഡാർ സ്കാനർ യൂസ് ചെയ്തിട്ട് ഒരു ആസ് ബിൽറ്റ് മോഡൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ടിന്റെ ആസ് ബിൽറ്റ് മോഡൽ അവർ സ്കാൻ ചെയ്തിട്ട് ആ ഒരു സ്കാൻഡ് ഫയലാണ് നമുക്ക് അയച്ചത്. നമുക്ക് ആ ആസ് ബിൽറ്റ് മോഡൽ റെവിറ്റിൽ ചെയ്യാനായിരുന്നു നമ്മൾ വർക്ക് ആക്ച്വലി. അപ്പൊ ഈ ഫയൽ ആക്ച്വലി .e57 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ക്ലൗഡ് ഫയൽ അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. നമ്മളൊരു സ്റ്റെക്കായി നമ്മൾ വർക്ക് കമ്മിറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ഫയൽ കിട്ടി. ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പോലും പറ്റും. നമ്മളെ നമ്മളെ റിസോഴ്സുകളെ മാക്സിമം യൂസ് ചെയ്ത് പിന്നെ ഈ ഫയൽ ഇതിൽ ഓപ്പൺ ചെയ്യണം, അങ്ങനെ നമ്മൾ അത് കണ്ടുപിടിച്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ഈ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഈ പോയിന്റ് ക്ലൗഡ് ഫയൽ ബേസ് ചെയ്തിട്ട് നമ്മൾ റെവിറ്റിൽ മോഡൽ ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണ് ആക്ച്വലി ഇത് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്ട് ഇറ്റലി പാരീസിലാണ് പ്രൊജക്ട് വരുന്നത്. പിന്നെ അതായത് ഡിസ്നിലാൻഡ് പാരീസ് ഫ്രാഞ്ചൈസിയിൽ വരുന്ന ഒരു റെസ്റ്റോറന്റ് ഏരിയന്റെ പ്രൊജക്ട് ആണ് ആക്ച്വലി. അപ്പൊ അവിടെ ഓൾറെഡി അവർ ഒരു എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ആർക്കിടെക്ട് ആണ് അതിന്റെ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇറ്റാലിയൻ ആർക്കിടെക്ട് അതിന്റെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ സ്ട്രക്ചറിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഈ ഇന്റീരിയർ ആക്ച്വലി പ്രീ ഫാബ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ കമ്പനിയിലെ നേടിയിട്ട് അവിടെ സൈറ്റിൽ വന്നിട്ട് അസംബിൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം ആസ് ബിൽറ്റ് അവിടെ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം 90 ഡിഗ്രി ആംഗിൾ ഉണ്ടെങ്കിൽ ഒരു വാള് തമ്മിൽ 90 ഡിഗ്രി ആംഗിൾ ഉണ്ടെങ്കിൽ ആസ് ബിൽഡിന്റെ സമയത്ത് ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും. 91 ആയിരിക്കും, ചിലപ്പോൾ 92 ആയിരിക്കും, ഇനി അല്ലെങ്കിൽ 89 ആയിരിക്കും. ആ രീതിയിൽ എല്ലാ ഏരിയാസിലും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഈ വേരിയേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അവർ ചെയ്ത പ്രീഫാബിനെ കറക്റ്റ് ചെയ്യലായിരുന്നു ആക്ച്വലി ജോബ്. അപ്പം അങ്ങനെ അവര് നമുക്ക് ആക്ച്വലി ഈ ലിഡാർ സ്കാനർ ഫയൽ തന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ റെവിറ്റിൽ മോഡൽ ചെയ്തതിന് ശേഷം നമ്മൾ മോഡൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ബേസ് ഫയൽ ഉണ്ടല്ലോ, റെഫറൻസ് ഫയൽ ആയിട്ടുള്ള അവർ ചെയ്ത ഈ ആർക്കിടെക്ട് ചെയ്ത ഫയലിന്റെ മുകളിൽ നമ്മൾ മെർജ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ മെർജ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഇതിൽ വരുന്ന ഈ വേരിയേഷൻസ് ഒക്കെ നമ്മൾ കോൾ ഔട്ട് ചെയ്ത് നമ്മൾ ഇത്ര ആംഗിൾ ഡിഫറൻസ് ഉണ്ട് അങ്ങനെയുള്ള നമ്മളൊരു 300 ഷീറ്റുകൾ നമ്മൾ അതേപോലെ ചെയ്തിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രൊജക്ട് അങ്ങനെ ഇതിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് പ്രൊജക്ട് കിട്ടി, നമുക്ക് മോഡൽ ചെയ്യാൻ അറിയാം, ഓക്കെ. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ഫയൽ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെങ്കിൽ അതൊക്കെ നമ്മൾ മറികടന്ന് പിന്നെ നമ്മൾ ഈ പ്രൊജക്ട് കിട്ടി നമ്മൾ മോഡൽ ചെയ്യാൻ അറിയാം, മോഡൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ മോഡൽ ചെയ്ത് തുടങ്ങി. പക്ഷെ ഈ ഒരു പ്രൊജക്ട് നമുക്കിത്
നമ്മൾ ഇവിടുന്ന് പബ്ലിഷ് ചെയ്യണം. നമ്മൾ ഇവിടുന്ന് പബ്ലിഷ് ചെയ്താലാണ് നമുക്ക് അവിടുത്തെ ആർക്കിടെക്റ്റിന് ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെങ്ങനെ ഒരു ഓൺലൈൻ, അതായത് ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ ഇതെങ്ങനെ പബ്ലിഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. ആക്ച്വലി എന്റെ 7 months ഈ ബിം കോഴ്സിൽ പോലും ബിം 360 പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രാക്ടിക്കൽ സിനാരിയോയിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും അവർ പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് പബ്ലിഷ് ചെയ്യാൻ അറിയില്ല ആക്ച്വലി. അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്താണ്, നമ്മളൊരു ലക്കിന് വെച്ചാൽ നമ്മൾ അവിടെ ഉള്ളൊരു ആള് എൻ്റെ ഒരു സ്കൂൾ മേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഇത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം ആ ഒരു ഇതിൽ ആണ് നമ്മൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് പബ്ലിഷ് ചെയ്യേണ്ടത്. ഇവിടുന്ന് പബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു മോഡൽ സെൻട്രൽ ഫയലിലേക്ക് ഇത് എഫക്റ്റിൽ വരും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ആക്ച്വലി ഒരു ലക്കിന് കിട്ടിയതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ബിമ്മിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ ആക്ച്വലി നമ്മളൊരു ഫസ്റ്റ് പ്രൊജക്ട് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് നമ്മൾ ഇതേപോലെ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് അവർക്ക്. അപ്പോൾ കൂടുതൽ പ്രൊജക്ട്സ് നമുക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അവിടെ തന്നെയുള്ള ഈ ഇന്ത്യ ഇറ്റലി ത്രൂ ഈ ഡിസ്നിലാൻഡ് പാരീസിൽ തന്നെ നമ്മൾ ഒരു പ്രൊജക്ട് കഴിഞ്ഞു, രണ്ടാമത്തെ പ്രൊജക്ട് കഴിഞ്ഞു. പിന്നെ അവിടുന്ന് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊജക്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെയാണ് ആക്ച്വലി ആൽഡേഴ്സ് ബിംടെക് എന്ന് പറയുന്ന ഒരു ബിം ഫേം ഞങ്ങൾ ഫോം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു ഫേമിന്ന് ഞങ്ങളൊരു ലക്കിന് ഈ ബിം ഫേമിന്ന് ഔട്ട്സോഴ്സ് ചെയ്ത്, ഐ മീൻ ഒരു സബ് ആയിട്ട് കൊടുത്ത് തുടങ്ങിയ ഫേം വർക്കുകൾ എടുത്തിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പം ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾക്ക് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള വേറെ ലൈറ്റ് ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റ് ഫ്ലക്സ് എന്ന് പറയുന്ന കമ്പനിന്റെ വർക്കുകൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മളിപ്പോ സൗദി നിയോമില് സിന്തല ഐലൻഡ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് പ്രൊജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ക്ലാഷ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്തത്. ക്ലാഷ് ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ ഈ MEP ക്ലാഷ് ഡിറ്റക്ഷൻ, അതില് ഒരുപാട് അതായത് ഡക്ട്, ഇതുപോലെ കോൺഡുയിറ്റ്സ്, പിന്നെ ഈ ഫയറിന്റെ സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊരു ഈജിപ്ഷ്യൻ ഫേമോ അങ്ങനെ എങ്ങാനാണ് ഇത് ചെയ്തിട്ടുള്ളത് ആക്ച്വലി. അപ്പോൾ ഇതിൽ വരുന്ന ക്ലാഷുകൾ എടുക്കാൻ വേണ്ടി നമുക്ക് ഇപ്പൊ നേവിസ് വർക്ക് പോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് ക്ലാഷ് റിപ്പോർട്ട്സ് ഉണ്ടാക്കുക. നമ്മൾ ഒരു അറ്റ് എ ടൈം നമ്മൾ ക്ലാഷ് എടുക്കുന്ന സമയത്ത് 3000 4000 ക്ലാഷസ് ഒക്കെയാണ് ഉണ്ടാവാറ്. അപ്പൊ അതിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ അതൊക്കെ ക്ലാഷ് എവിടെയൊക്കെയാണ് ഈ ഇന്റർസെക്ട് ചെയ്യുന്നത് നോക്കി അതിനനുസരിച്ച് നമ്മൾ റീറൂട്ട് ചെയ്ത് നമ്മൾ വീണ്ടും പബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ അവരുടെ സെൻട്രൽ ഫയലിലേക്ക് അത് അപ്ലോഡ് ആവുന്നു. അവിടുന്ന് അവർ റിവ്യൂ നോക്കുന്നു. റിവ്യൂ എടുത്തതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും പുതിയ ക്ലാഷസ് ഇൻഫോം ചെയ്യുന്നു. നമ്മൾ അത് ഇവിടുന്ന് വീണ്ടും കറക്റ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് ആക്ച്വലി ഒരു ബിം പഠിക്കുന്നതിലൂടെ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന കാര്യങ്ങൾ. അതായത് നമുക്ക് റിമോട്ട്ലി വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ക്ലാഷ് ഡിറ്റക്ഷന് നമുക്ക് ഹെൽപ്പ് ആവും. പിന്നെ അതേപോലെ പിന്നെ വേറൊരു ബിമ്മിലേക്ക് വരുമ്പോൾ പിന്നെ അതിൽ വരുന്ന ഒരു അതായത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു 100-300 ഷീറ്റ് ആണ് നമ്മൾ ഇവിടുന്ന് ഡോക്യുമെന്റേഷൻ ഷീറ്റ് ചെയ്തിട്ട് അയച്ചത്. അപ്പൊ അതൊക്കെ ആക്ച്വലി നമ്മളൊരു കൺവെൻഷൻ പ്രാക്ടീസിൽ വരുമ്പോൾ മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്ന കാര്യങ്ങളാണ്. അതേസമയം നമ്മളൊരു ബിം അല്ലെങ്കിൽ റവിറ്റിൽ മോഡൽ ചെയ്തൊരു ഒരു പ്രൊജക്ട് ആണെങ്കിൽ നമുക്ക് ഏത് സെക്ഷൻ എവിടെ വേണമെങ്കിലും സെക്ഷൻസ് എടുക്കാനും പിന്നെ ഇതേപോലെ ഡോക്യുമെന്റേഷൻ പർപ്പസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതേപോലെ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് അതായത് നമ്മൾ എസ്റ്റിമേഷൻ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ഇതിലൊക്കെ ആക്ച്വലി നമ്മൾ റെവിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ പ്രീ ഡിഫൈൻഡ് ആണ്. നമ്മളൊരു വാൾ ഡിസൈൻ ചെയ്യുന്നതാണെങ്കിൽ വാളിൽ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് ഏതാണ്, ആ ബ്ലോക്കിന്റെ സൈസ് എത്രയാണ്, അതേപോലെ പ്ലാസ്റ്ററിങ്ങിന്റെ സൈസ് എത്രയാണ്, പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് എത്രയാണ്, പിന്നെ അതൊക്കെ ഇതൊക്കെ നമുക്ക് ഒരു ക്ലിക്കിൽ ആക്ച്വലി നമുക്ക് ഇതിന്റെയൊക്കെ എസ്റ്റിമേഷനോ കാര്യങ്ങൾ എടുക്കാം. അതേപോലെ MEP എലമെന്റ്സ് ആണെങ്കിൽ പിന്നെ ഇതിൽ നമ്മൾ എത്ര ഇത് യൂസ് ചെയ്യുന്നുണ്ട്, എലമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഐ മീൻ എത്ര ജോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ബെൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള നമുക്ക് ഇതൊക്കെ റിയൽ ഒബ്ജക്റ്റിന്റെ ഒരു വെർച്വൽ റെപ്ലിക്കയാണ് നമ്മൾ ആക്ച്വലി ഈ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് റെവിറ്റിൽ മോഡൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ എസ്റ്റിമേഷൻ കാര്യങ്ങൾ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ഈസിയാണ്. അതേപോലെ നമുക്ക് റിമോട്ട്ലി വർക്ക് ചെയ്യുക. അതായത് നമ്മൾ പ്രൊജക്ട് ആക്ച്വലി ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ടുകളായിരിക്കും. ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട് ഇപ്പം ഈ മെയിൻ ആർക്കിടെക്ട് അല്ലെങ്കിൽ മെയിൻ കൺസൾട്ടന്റ് ചിലപ്പോൾ ദുബായിലായിരിക്കാം, ചിലപ്പോൾ ഇറ്റലിയിലായിരിക്കാം. അവർ നമ്മൾ ചെയ്യേണ്ട ഒരു പോർഷൻ മാത്രം നമുക്ക് ആക്സസ് തന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഏരിയാസ് അവർക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ബിമ്മിന്റെ ആക്ച്വലി ബിമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി ഇപ്പം കറന്റ് എല്ലാ ഫേംസും ബിമ്മിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ പിന്നെ ഞാൻ ആക്ച്വലി ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത്
നമ്മളെ ഒരു റിക്രൂട്ടർ പെർസ്പെക്റ്റീവിൽ ഞങ്ങൾ ആക്ച്വലി ഞങ്ങളെ ഫേമിലേക്ക് ഒരാളെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച മറ്റൊരു കാര്യം. അത് ആക്ച്വലി ഒന്ന്, അതായത് എനിക്കറിയാം, എൻ്റെ പേഴ്സണൽ സ്റ്റോറി നിനക്കറിയാം. ഞാൻ ഈ ബിം കോഴ്സ് കഴിയുന്ന സമയത്ത് ബിം കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി ബിം എന്താണ്, ഐ മീൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ പിന്നെ നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അപ്പം അത് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ ഇതേപോലെ ലൈവ് പ്രൊജക്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു റിക്രൂട്ടർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ടൂൾസിലുള്ള പ്രൊഫഷ്യൻസി മാത്രം പോരാ. ഈ നമുക്കൊരു ഡിസൈനിന്റെ ഫണ്ടമെന്റൽസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല, ജസ്റ്റ് ടൂൾസ് മാത്രമാണ് അറിയുന്നതെങ്കിൽ നമുക്ക് ആക്ച്വലി നമുക്ക് ഇവരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ സ്പീഡ്, പിന്നെ നമ്മൾ ആക്ച്വലി നമ്മൾ ഇവിടുന്ന് ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ഇവിടുന്ന് ഒരുപാട് ബിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിം പഠിച്ച് വന്ന ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് ഇന്റർവ്യൂ വരുന്ന സമയത്ത് അവർക്ക് ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം നടന്നത് ഒന്ന് സ്പീഡാണ്. അതായത് ഇവരൊക്കെ ആക്ച്വലി 2-3 ദിവസം ഉള്ള ഒരു ക്ലാസ്സിന് പോകുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അവിടുന്ന് കുറച്ച് വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടൂള് കഴിയുമ്പോൾ അടുത്ത ടൂള്, ആ രീതിയിൽ 3-4 ടൂള് പഠിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് അവരൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവലിൽ ഇനിയല്ലേ നമ്മളെ മുമ്പിലേക്ക് ഒരു റിക്രൂട്ട്മെന്റിന് വരുമ്പോൾ, ഐ മീൻ ഒരു ഇന്റർവ്യൂക്ക് വരുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ടാസ്ക് ബേസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസ് ആണ് പൊതുവെ ചെയ്യാറ്. കാരണം നമുക്ക് ഇതൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്, നമുക്കിത് നല്ല സ്പീഡും നല്ല അക്യുറസിയിലും കാര്യങ്ങൾ ചെയ്യാൻ അറിയണം. ജസ്റ്റ് ഒരു ടൂൾ പ്രൊഫഷൻസി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പം ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി വർക്ക് ചെയ്തിട്ട് തന്നെ കിട്ടണം ആക്ച്വലി. അപ്പം ഒരുപാട് ലൈവ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു സ്പീഡും അക്യുറസിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഇപ്പം ഈ പ്രശാന്ത് അസോസിയേറ്റ്സുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളെ സ്റ്റുഡൻസിന് ഈ റിയൽ പ്രൊജക്ട്സിൽ ഇതേപോലെ, അതായത് ഒരു 2-3 മണിക്കൂർ ജസ്റ്റ് പിന്നെ ഒരു പ്രാക്ടീസ് സെഷൻ പോലെ പോകുന്ന രീതിയിലല്ല, നമ്മളൊരു 9 to 5 ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നത് പോലെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു റിക്രൂട്ടർ പെർസ്പെക്റ്റീവിൽ ഇതൊക്കെയാണ് വേണ്ടത്. ഐ മീൻ നല്ല സ്പീഡ്, നല്ല അക്യുറസി, പിന്നെ അതേപോലെ ടൂൾസിലുള്ള പ്രൊഫഷൻസി, ഈ ക്ലാഷ് ഡിറ്റക്ഷൻ കാര്യങ്ങൾ. ക്ലാഷ് ഡിറ്റക്ഷൻ ഒരു എക്സാമ്പിൾ ആണ്. അതായത് വേറെ ഏത് കോഴ്സിൽ, ഇപ്പൊ ഈവൻ ഞാനെന്നെടുത്ത കോഴ്സിൽ പോലും ക്ലാഷ് ഡിറ്റക്ഷനോ കാര്യങ്ങളോ, ഈ പറഞ്ഞ നേവിസ് വർക്ക് പോലുള്ള സോഫ്റ്റ്വെയർസ് ജസ്റ്റ് ബേസിക്സ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ. അവർക്ക് നമ്മളെ പഠിപ്പിക്കുന്ന സാറന്മാർക്ക് പോലും അത് എങ്ങനെയാണ് ക്ലാഷ് റിപ്പോർട്ട്സ് എടുക്കേണ്ടത്, നേവിസ് വർക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ജസ്റ്റ് അവർ അതിന്റെ ബേസിക്സ് മാത്രമാണ്. അതേസമയം നമ്മൾ ആക്ച്വലി നമ്മൾ ലൈവ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്കിത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളെ ബിം എക്സ്പീരിയൻസും അതേപോലെ പ്രശാന്ത് അസോസിയേറ്റ്സിന്റെ ഈ 1987 തൊട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ ഫേമുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ്, അതും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കോഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി സുശാന്ത് സാർ. ഹലോ നേഹ. Hello. Yeah. Thanks a lot for giving a wonderful session, clarifying actually students and alkada doubts about the BIM course. Thank you so much. So we are actually coming to the end of our session. So നമ്മുടെ ആക്ച്വൽ മോട്ടീവ് എന്ന് പറയുന്നത്, നിങ്ങളെ പോലെ സ്റ്റുഡൻസ് ആവട്ടെ, വർക്കിംഗ് പ്രൊഫഷണൽ ആവട്ടെ, who are very much interested to learn more, അതുപോലെ തന്നെ ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ആയാലും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഇതിലൊക്കെ നോളജ് ഗെയിൻ ചെയ്യുക, എക്സ്പീരിയൻസ് നേടുക എന്നുള്ളതാണ്. സോ അത് നിങ്ങളുടെ സൂൺ ആഫ്റ്റർ യുവർ അക്കാഡമിക്സ്, ബീങ് നെവർ ടു ലേറ്റ്, ഒരു കോഴ്സിൽ എൻട്രി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ കം ലൈവ് പ്രോജക്ട്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലുള്ള ഈ ഒരു കോഴ്സിൽ പറ്റിയിട്ടുള്ള ഒരു കോഴ്സ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഇഫ് യു ഹാവ് എനി ക്വയറീസ് യു ക്യാൻ ആസ്ക്. അത് കൂടാണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ എന്താണ് ആക്ച്വലി ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, വാട്ട് ആർ വി പ്ലാനിങ് ഫോർ യു എന്നുള്ളത് ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു എവ്രി വൺ. സോ യാ,
soon after the session, I would like to give you all a self-assessment activity. അതിൽ ബേസിക്കലി നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ തന്നെ എവിടെയാണ് റേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സോ ഐ ഗിവൺ എ 12 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് യു ക്യാൻ ജസ്റ്റ് തിങ്ക് അബൌട്ട് കോഴ്സ് ജോയിൻ ചെയ്യണോ, അല്ലെങ്കിൽ ആർ യു റെഡി ഇനഫ് ടു ഗെറ്റ് ഇൻ ടു എ ഫേം സൂൺ ആഫ്റ്റർ യുവർ കോഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വയറീസ് റിഗാർഡിംഗ് ദ കോഴ്സ് ആൻഡ് ദ തിങ്സ് ബീങ് പ്രൊവൈഡഡ്, യു ക്യാൻ ഫീൽ ഫ്രീ ടു ആസ്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഫീൽ ഫ്രീ ടു അൺമ്യൂട്ട് ആൻഡ് ആസ്ക്. Anybody? ആർക്കും ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലേ? എല്ലാവർക്കും I നമ്മളുടെ can എക്സ്പ്ലെയിൻ see ചെയ്തതൊക്കെ many hands being raised. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു ഷെയർ സം കൈൻഡ് ഓഫ് സജഷൻസ്, ഇനിയും ഈ കോഴ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ യു ക്യാൻ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ് ആൻഡ് ആസ്ക് മീ. ഹലോ നാസിഫ്, പറയൂ, എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് പറയൂ. So I hope ആർക്കും ഡൗട്ട്സോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ let's just wind up the session, everybody. എക്സ്ക്യൂസ് മീ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. Sure. ഓക്കെ, ടു വാട്ട് എക്സ്റ്റെന്റ് ആണ് നമ്മൾ റെവിറ്റിന്റെ ഡീറ്റെയിൽ പോവാന്നുള്ളത് എനിക്ക് വ്യക്തമായില്ല. കാരണം സാറ് നേരത്തെ പറഞ്ഞു, സാർ തന്നെ അതൊരു 8 മാസം കൊണ്ട് പഠിച്ചിട്ടാണ് അതിൽ തന്നെ കുറെ മിസ്സിങ് ആണ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ പോലെ നമുക്കാകെ 3 മാസത്തെ കോഴ്സാണ് ചെയ്യുന്നത്. അതിൽ കുറെ പ്രാക്ടിക്കൽ നോളജസും മെറ്റീരിയൽ സ്റ്റഡി, സൈറ്റ് സ്റ്റഡി, പ്രൊജക്ട് മാനേജ്മെന്റ് അങ്ങനത്തെ കാറ്റഗറിയിലൊക്കെ വരുന്നുണ്ട്. അതിൽ കൂടെ എത്രത്തോളം ടു വാട്ട് എക്സ്റ്റെന്റ് ആണ് നമ്മൾ റെവിറ്റ് പഠിക്കുക? അതിനൊരു ലെവൽ ഓഫ് ഡീറ്റെയിലിങ്ങിന്റെ ഒരു സ്റ്റേജുകളില്ലേ റെവിറ്റില്? അതിൽ ഏത് ലെവൽ ഓഫ് ഡീറ്റെയിലിംഗ് വരെയാണ്, എത്രത്തോളമാണ് നമ്മൾ പഠിക്കുക എന്നുള്ളതിന്റെ ഒരു ഐഡിയ തരാൻ കഴിയുമോ? ഓക്കെ. അതായത് നമ്മൾ ആക്ച്വലി നോർമൽ ഒരു 8 months കോഴ്സ് എന്ന് ഞാൻ പറഞ്ഞത് ആക്ച്വലി 1 hour പെർ ഡേ എന്നുള്ള രീതിയിലാണ് 8 months പറയുന്നത്. ഇവിടെ നമ്മൾക്ക് വരുമ്പോൾ നമുക്കത് മീൻ ഒരു 3 hour പെർ ഡേ എങ്കിലും നമുക്ക് ക്ലാസ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 8 months കോഴ്സിൽ വരുന്ന അത്രയും സിലബസ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ അത് ആക്ച്വലി നമ്മളൊരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പോയിന്റ്, അതായത് ഫസ്റ്റിലുള്ള ഒരു പോയിന്റ്, അതായത് നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും കാര്യങ്ങൾ. അപ്പം നമ്മൾ ആക്ച്വലി ഈ ഒരു പീരിയഡിന്റെ ഉള്ളിൽ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. പിന്നെ നമ്മൾ ഈ കോഴ്സിന്റെ സിലബസ് കാര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ പേഴ്സണലായിട്ട് ഷെയർ ചെയ്ത് തരാം. LOD 400 വരെ, ലെവൽ ഓഫ് ഡെവലപ്മെന്റ് 400 വരെയാണ് നമ്മൾ പ്രൊജക്റ്റിൽ നമ്മൾ പഠിപ്പിക്കുക ആക്ച്വലി. ഓക്കെ, താങ്ക്സ്. ഞാൻ അത് ജസ്റ്റ് അറിയാനായിരുന്നു. ഓക്കെ, താങ്ക്സ്. ഒരു കാര്യം കൂടെ, അതായത് നമ്മൾ ആക്ച്വലി നമ്മൾ ഇവിടെ ഉള്ള BIM കോഴ്സുകളിൽ അതായത് നമ്മളിപ്പം കറന്റ് മാർക്കറ്റിലുള്ള BIM കോഴ്സുകളിൽ ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങൾ ഇൻ ദ സെൻസ് അത് വേണ്ടാത്ത കാര്യങ്ങളല്ല. ആക്ച്വലി ഒരു BIM മോഡലർ, നമ്മൾ എപ്പോഴും ഒരു BIM ഇതിലേക്ക് ഫേമിലേക്ക് ജോബിന് കയറുമ്പോൾ നമുക്കൊരു BIM മോഡലർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് എൻട്രി ആക്ച്വലി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 7-8 years ഒക്കെ നമ്മളൊരു പ്രൊജക്ട് മാനേജർ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരൊരു അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു BIM കോഴ്സ് ഒക്കെ പഠിച്ച് ആ രീതിയിലൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഡയറക്റ്റ് ഒരു BIM കോർഡിനേറ്റർ അല്ലെങ്കിൽ BIM മാനേജർ പോസ്റ്റിലേക്കൊക്കെ ഡയറക്റ്റ് ആയിട്ട് അവർ എൻട്രി കിട്ടാൻ ചാൻസ് ഉള്ള ആൾക്കാർ. അതായത് BIM മോഡലർ ആയിട്ട് കയറുന്ന ആൾക്കാർക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിൽ വരുന്ന ഒരുപാട് ടൂൾസോ കാര്യങ്ങളോ ഇനി അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലാഷ് ഡിറ്റക്ഷന്റെ ഒരു അഡ്വാൻസ് ലെവൽ ക്ലാഷ് ഡിറ്റക്ഷനോ കാര്യങ്ങളോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതായത് നിങ്ങൾക്ക് ഈ ഒരുപാട് ടൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ എമൗണ്ടിൽ കോഴ്സ് സെല് ചെയ്യുക, അതൊരു സ്കാം ആയിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്.
ഒരു നിങ്ങൾക്ക് വേണ്ട റൈറ്റ് ആയിട്ട്, അതായത് ഒരു ബിം മോഡലർക്ക് റൈറ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ആക്ച്വലി, ഇനി അല്ലെങ്കിൽ നമുക്കൊരു എൻട്രി ലെവലിൽ കയറാനുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, വേണ്ടാത്ത കാര്യങ്ങൾ കുറച്ച് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ്, ആ രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓക്കെ, വേറൊരു ഡൗട്ട് ഉള്ളത്, നമ്മളിപ്പം സാധാരണ റെവിറ്റ് കോളേജിൽ നിന്നൊക്കെ അങ്ങനെ ബേസിക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് കൂടുതൽ അറിയാത്തോണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ കുറെ മോഡൽസ് ഇപ്പം റെഡിലി അവൈലബിൾ, നമ്മളിപ്പോ ഇവിടെ നമ്മളൊരു കൺട്രീനെ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇന്റർനാഷണലി ആണെങ്കിലും നമ്മൾ കൺട്രി ബേസ് ചെയ്ത് ചെയ്യുകയാണെങ്കിലും മോഡൽസ് അവൈലബിലിറ്റി എന്താണ്, നമ്മൾ സ്കെച്ചപ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ മോഡൽസ് അവൈലബിലിറ്റി കുറവല്ലേ? നമ്മളതോരോന്നും ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ മോഡൽസ് അവൈലബിലിറ്റി കുറവായിരുന്നു ആക്ച്വലി, പക്ഷെ അതിങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം റെവിറ്റ് ഇപ്പം കുറച്ചുകൂടെ പോപ്പുലർ ആയി വരുന്നുണ്ട്. ഇവിടെ ഇപ്പം ഇവിടുത്തെ ബ്രാൻഡ്സുകൾ, ഐ മീൻ നമ്മളിപ്പോൾ റെവിറ്റിന്റെ ലൈബ്രറീസിൽ നോക്കുവാണെങ്കിൽ ആക്ച്വലി നമ്മളിപ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസിലുള്ള മേജർ ബ്രാൻഡ്സ് ഒക്കെ അവരുടെ പ്രൊഡക്ട്സിന് അതിന്റെ ഒരു ഡിജിറ്റൽ റെപ്ലിക്ക ഉണ്ടാക്കിയിട്ട് അവർ ലൈബ്രറിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടുത്തെ ഇന്ത്യൻ കമ്പനീസ് ആക്ച്വലി തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ റെവിറ്റ് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബിം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടുത്തെ കമ്പനീസോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സിന്റെ ഒക്കെ ഡിജിറ്റൽ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി വരും. അതേപോലെ ഒരു ബിം മോഡലർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ബിം മോഡലേഴ്സിന് ഇൻ ഫ്യൂച്ചർ ഇതേപോലുള്ള എല്ലാ കമ്പനീസിലും അവരൊക്കെ എന്തായാലും ഒരു എന്താ പറയുക, മെറ്റാവേഴ്സിന്റെ കാലാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ എല്ലാ പ്രൊഡക്ട്സിന്റെ ഒരു ഡിജിറ്റൽ പിന്ന് ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പൊ എല്ലാ കമ്പനികളും അതിലേക്ക് വരും ആക്ച്വലി. അപ്പൊ അവിടെയൊക്കെ നിങ്ങളെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇത് ഒരു ബിം കോഴ്സ് പഠിക്കുന്നത്, ഐ മീൻ ഒരു ബിം മോഡലർ ആവുന്നതിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ്, ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, താങ്ക്സ്. Any other queries? Yeah, I have one. ആക്ച്വലി എനിക്കൊരു സ്കോപ്പിനെ പറ്റിയുള്ള ഡൗട്ട് ആയിരുന്നു. നമ്മളിപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിലും അതോ UAE കൺട്രീസിലാണെങ്കിലും ഈ ഒരു ബിഗിനർക്ക് ഉള്ള ഒരു സ്കോപ്പ് എങ്ങനെയാണ്? അതായത് ഒരു ബിഗിനർ ലെവലായിട്ട് എൻട്രി ചെയ്യുന്ന ആൾക്കുള്ള സാലറി ലെവൽസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് ചെറിയൊരു ഐഡിയ വരുമോ ഈ ബിം മോഡൽ എന്ന് പറയുമ്പോൾ? ബിമ്മിന്റെ ഇതിലാണോ, ബിം മോഡലർ ആയിട്ടുള്ള ഇതാണോ ചോദിക്കുന്നത്? അതെ, ബിം മോഡലർ എന്ന് പറഞ്ഞ ആ ഒരു എൻട്രി ലെവൽ, എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ, അതായത് ഇവിടെ നമ്മളൊരു സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ ഉള്ള ഒരു എൻട്രി ലെവൽ സാലറി തന്നെ ബിം ഫേമിലും കിട്ടുന്നുണ്ട് ആക്ച്വലി. ഒരു 30,000-40,000 എൻട്രി, അതായത് ഒരു നോർമൽ ബിം ഫേമിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഒരു 60-70 ഒക്കെ കിട്ടുന്ന നല്ല മേജർ ആയിട്ടുള്ള ഫേംസ് വേറെ ഉണ്ട്. അതല്ലാതെ ഒരു നോർമൽ ബിം ഫേംസിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ചിലപ്പോൾ നമ്മൾ കോഴിക്കോടിനുള്ള ഫേംസ് പോലും നമുക്ക് 35 ഒക്കെയാണ് സ്റ്റാർട്ടിങ് ഇത് കിട്ടുന്നത്. അതേസമയം ഒരു നോർമൽ എഞ്ചിനീയർ, നോർമൽ ആർക്കിടെക്ടിന്റെ ഒരു നോർമൽ ഫേമിൽ അതിന്റെ പകുതി പോലും ഇവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കിട്ടുന്നില്ല ആക്ച്വലി. അപ്പം അത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പേയ്മെന്റ് കൂടുതൽ കിട്ടുന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫേംസ് കൂടുതലും ഔട്ട്സോഴ്സ് ചെയ്യുന്ന വർക്കുകളാണ്. ഐ മീൻ അവർക്ക് കിട്ടുന്ന പേ എന്ന് പറയുന്നത് ഡോളറിലോ അല്ലെങ്കിൽ ദിറംസിലോ ഇവിടെ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സാലറി ഓഫർ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കമ്പനി ആസ് എ കമ്പനി അവരെപ്പോഴും പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അപ്പൊ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ എക്സ്പെൻസ് കുറക്കണം. അപ്പം ഈ ഒരു അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് അവരുടെ വർക്കുകൾ ഇതേപോലെ റിമോട്ട്ലി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയാസിലുള്ള വർക്കുകളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ളൊരു ഒരു പോസിബിലിറ്റി ഉണ്ട് ബിം അഡോപ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള വർക്കുകൾ ഇപ്പൊ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്നിലെ കൺസ്ട്രക്ഷൻ കമ്പനീസിന്റെ എണ്ണം ഒരുപാടുണ്ടാവും. ഇപ്പം GCC-യിലായിക്കോട്ടെ, യൂറോപ്പിലായിക്കോട്ടെ. അപ്പൊ അവിടെയുള്ള ഫേംസിനൊക്കെ അവരുടെ ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ കൂടുതൽ, ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കുകൾ, ഞങ്ങൾക്ക് കിട്ടുന്ന ഇപ്പൊ MEP വർക്ക്സ്, ഇതൊക്കെ അവിടെ ചെയ്യാതെ അവർ ഇവിടെ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ക്വാളിറ്റി ലേബേഴ്സിനെ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയാണ്
ഇനി അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് BIM കൊണ്ട് വരുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജിൽ ഞങ്ങൾ മാത്രമായിരുന്നുള്ളൂ, ഞങ്ങളും വേറെ ഫേം മാത്രമായിരുന്നു ഇവിടെ ഉള്ളത്. ഇപ്പം കോഴിക്കോട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഇപ്പം അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള അത്ര ഫേംസ് അല്ല ഇന്നുള്ളത്. അപ്പൊ അതേപോലെ എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് ഫേംസ് പുതിയ വന്നു. ഒരു IT ഇൻഡസ്ട്രി അല്ലെങ്കിൽ റവല്യൂഷൻ വന്നതുപോലെ തന്നെ ഒരുപാട് IT ഫേംസ് വന്നതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് BIM ഫേംസും വരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ആക്ച്വലി ഇപ്പം ഉണ്ട് ആക്ച്വലി. ഓക്കെ, താങ്ക് യു. Any ഹലോ more query? നേഹ, Yes. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും പറയാനില്ലെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്യാം, അതല്ലേ നല്ലത്. അവർക്കെല്ലാം ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തതല്ലേ, ഈ മീറ്റിംഗിൽ വന്നവർക്കൊക്കെ ഷെയർ കൊടുത്തതല്ലേ? Yes. ഇനി എന്തെങ്കിലും നേരിട്ട് അവർക്ക് സംശയങ്ങൾ വേണമെങ്കിൽ അവർ നേരിട്ട് ചോദിച്ചോട്ടെ. നമുക്ക് കോൺടാക്ട് നമ്പർ കൊടുത്താൽ മതി. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഗുഡ് ഈവനിങ്. ആക്ച്വലി മിസ്റ്റർ അഹാൻ ചോദിച്ചതിൽ എനിക്ക് കുറച്ചൊന്ന് ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പേര് എനിക്ക് കാണുന്നില്ല, ക്ലിയർ ആവുന്നില്ല. അഹമ്മദ്. അഹമ്മദ്, എനിക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ GCCയിലായിക്കോട്ടെ യൂറോപ്യൻ കൺട്രീസിലായിക്കോട്ടെ, സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു ആർക്കിടെക്ട്, ഒരു BIM ആർക്കിടെക്ട് ആണെങ്കിൽ സ്റ്റാർട്ടിങ് സാലറി വരുന്നത് GCC കൺട്രീസിലാണെങ്കിൽ 4,000 to 5,000 ദിറംസ് ആണ്. അതായത് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾക്ക്. ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇവിടുത്തെ ഒരു 1 lakh 1.2 ഒക്കെ വരും സാലറി. പിന്നെ GCC അല്ലെങ്കിൽ ഇപ്പോൾ UK അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ അവിടുത്തെ കറൻസി വെച്ചിട്ടാണ് വരിക. അപ്പോൾ മിനിമം ഒരു 80 above സ്റ്റാർട്ടിങ് സാലറി തന്നെ അവിടെ ഉണ്ടാവും, BIM-ഉം റെവിറ്റൊക്കെ അറിയുന്ന ഒരാൾക്ക്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ കമ്പനി വാല്യൂ. അതൊരു ഇന്റർനാഷണൽ കമ്പനി ആണെങ്കിൽ, ഒരു MNC ആണെങ്കിൽ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, സാലറി സ്റ്റാൻഡേർഡ് ഉണ്ടാവും, പാക്കേജ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് അപ് ടു, എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്, ഒരു 10 year എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർ, ഇപ്പോൾ BIM ഒക്കെ പഠിച്ചിട്ട് പോയ ആൾക്കാർ, അവർ വാങ്ങിക്കുന്നത് അവിടുത്തെ അറൗണ്ട് 22,000 ദിറംസ് ആണ്. സോ നിങ്ങൾക്ക് അത്രയും അറിയാമെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന്, നിങ്ങളൊരു ഫാസ്റ്റ് ലേണർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു ആ ഒരു ലെവൽ വരെ പോകാൻ പറ്റും. സോ ഇതൊക്കെയാണ് BIM പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു അഡ്വാൻറ്റേജസ്. നിയാസ്ക, അതായത് ഇപ്പൊ ഞങ്ങളെ ഫേമിൽ തന്നെ ആക്ച്വലി ഞങ്ങൾ ചാർജ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്ന വർക്ക്സിന് പെർ ഹവർലി ആണ് ചാർജ് ചെയ്യുന്നത്. ഹവർലി $10 ആണ് നമ്മളൊക്കെ ചാർജ് ചെയ്യുന്നത്. അപ്പം $10 എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാഫ് 1 month വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 2 lakh ഒക്കെ ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, ഐ മീൻ ഈ അവർക്ക് ഡയറക്റ്റ് എടുക്കുന്നതാണെങ്കിൽ വർക്ക് ഒക്കെ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആക്ച്വലി. അത് അപ്പോൾ ആ ഒരു സ്കെയിൽ, ഇപ്പം പുറത്ത് അവർക്ക് ഡയറക്റ്റ് ആണ് അവർ വർക്കിൽ കയറുന്നെങ്കിൽ, ഐ മീൻ ഒരു യൂറോപ്യൻ കൺട്രി ആണ്, അല്ലെങ്കിൽ US-ലാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഡോളറിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന കൺട്രിയിലൊക്കെ ആണെങ്കിൽ മിനിമം 2 lakh above ആണ് ആക്ച്വലി അവർക്ക് കിട്ടുന്ന പേയ്മെന്റ്. അതെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഓഫീസും ഈ മിഗ്ദതിന്റെ കമ്പനിയും കൂടെ ജോയിൻ വെഞ്ചറായി ചെയ്യുന്നത് കൊണ്ട്, അപ്പോൾ അത്ര എക്സ്പീരിയൻസ്ഡ് ഉള്ള സ്റ്റാഫുമാണ്. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനുള്ള അത്രയും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുമാണ് നമ്മളവിടെ ഉള്ളത്. സോ ഐ ഹോപ്പ് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ നേഹ, എനിത്തിങ് ആഡ് ഓൺ ചെയ്യാനുണ്ടോ? സുശാന്ത് ഏട്ടാ? ഓക്കെ, ക്ലിയർ എല്ലാവർക്കും. പിന്നെ ഫൈസൽ എന്ന് പറയുന്ന ആള് കുറച്ച് റൈസ് ചെയ്തിട്ട്, മിസ്റ്റർ ഫൈസൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സാർ, നോ ക്വസ്റ്റ്യൻസ് ഇല്ല, ഡൗട്ടൊക്കെ ക്ലിയർ ആയത് കേട്ടോ. ഓക്കെ. ഫൈസൽ, നിങ്ങൾ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്റ്റഡി കഴിഞ്ഞതാണ്? ഞാൻ 2003 പാസ് ഔട്ട് ആയതാണ്. ഗ്രേറ്റ്. സിവിലില് ഡിപ്ലോമ ആയിരുന്നു കഴിഞ്ഞത്.
ഓ നൈസ്. പിന്നെ അതിനുശേഷം ഞാൻ 2 വർഷത്തോളം നാട്ടിലായിരുന്നു. പിന്നെ ഖത്തറിൽ ഞാനൊരു 15 വർഷത്തോളം വർക്ക് ചെയ്തു. ഓക്കെ. അത് അപ്പൊ ഞാൻ നിങ്ങളുടെ CAD എക്സ്പീരിയൻസ് ജസ്റ്റ് എന്തായിരുന്നു? ഞാൻ ജസ്റ്റ് CAD ആയിരുന്നു, CAD ഡ്രാഫ്റ്റിംഗ്, CAD ഡിസൈനിങ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ആഹാ. അവിടെ കൺസ്ട്രക്ഷൻ കമ്പനി കൺസൾട്ടിങ്ങിൽ, അതപ്പോ പിന്നെ ഇൻഫ്രയിൽ വർക്ക് ചെയ്തു. ലാസ്റ്റ് ഇപ്പൊ ഇൻഫ്രയിൽ വർക്ക് ചെയ്തത്. ഇൻഫ്രാസ്ട്രക്ചർ ഏത് കമ്പനി? വെയ്ഡ് ആഡംസ് ആണോ? സോറി സാർ, വെയ്ഡ് ആഡംസിലാണോ വർക്ക് ചെയ്യുന്നത്? ഞാന് പിന്നെ പല 2-3 കമ്പനിയിൽ വർക്ക് ചെയ്തത്. അതിനുശേഷം അത് ശരി. ആഹാ. ഈജിപ്ഷ്യൻ കമ്പനിയിൽ വർക്ക് ചെയ്തു, സ്പാനിഷ് കമ്പനിയിൽ വർക്ക് ചെയ്തു. അത് ശരി. അതായത് ആഹാ. കൊറോണ സ്റ്റാർട്ടിങ് ടൈമിൽ ഇവിടെ നാട്ടിൽ വന്നാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ നാട്ടിൽ നാട്ടിലാണുള്ളത്? നാട്ടിലിപ്പോ ചെറിയൊരു ഓഫീസും ഉണ്ട്. പിന്നെ ഓ നൈസ്. ഹോട്ടൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ഓക്കെ. എന്നിട്ട് ഒരു അപ്പൊ ലേഡി അവിടുന്ന് സാറിന്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ ഒരു ലേഡി വിളിച്ചിരുന്നു. ആഹാ. അറിയില്ല. ഓക്കെ, ആഹാ. മേ ബി ടുമോറോ ഓർ ആഫ്റ്റർ ടുമോറോ വിൽ കം ദർ. ഓക്കെ. ഓക്കെ. അല്ല, So your ഫൈസൽ ഭായിന്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്ന് പറയണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ എക്സ് GCC കൺട്രിയിൽ വർക്ക് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ നിങ്ങളുടെ അവിടുത്തെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്? അല്ല, അതൊക്കെ നമ്മളെ എന്താ പറയാ, നമ്മളെ ഭാഗ്യം പോലെ വെക്കും. ഞാന് സാറിനോട് പറയാമല്ലോ, ഞാന് അവിടെ വർക്ക് ചെയ്യുമ്പോ പിന്നെ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു 3D Max. ആ സമയത്ത് 3D Max ഭയങ്കര അതെ അതെ. 3D Max, ഫോട്ടോഷോപ്പ് ഒക്കെ. ഇപ്പൊ 3D Max ഒന്നും ഇല്ല. പൊതുവെ ഇപ്പൊ സ്കെച്ചപ്പിലൊക്കെ എല്ലാവരും മാറില്ല. സ്കെച്ചപ്പ്, ലൂബിയാണ് റെവിറ്റിലൊക്കെ ഒക്കെ മാറി. മാറി. അതെ അതെ അതെ. ആ സമയത്ത് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു 3D Max ഒക്കെ ഭയങ്കര സ്കോപ്പാണ്, ഭയങ്കര സാലറിയാണ്. അങ്ങനെ അതെ. നാട്ടിൽ ലീവിന് വന്നപ്പോൾ 3D Max ഒക്കെ പഠിച്ചു, പിന്നെയും കയറി. അപ്പോൾ ഞാൻ പഴയ ജോലി ഓട്ടോക്കാരിൽ ചെയ്തു. പിന്നെ ആ സമയത്ത് പിന്നെ അവർ പറഞ്ഞു പിന്നെ HVAC, അതുപോലെ MEP CAD പഠിക്കുക, അത് നല്ല എക്സ്പീരിയൻസ് ആണ് പറഞ്ഞു. അത് ഇവിടെ വന്നിട്ട് ഇതേമാതിരി കോഴിക്കോട് CAD സെന്ററിൽ ടൗണിൽ CAD സെന്ററിൽ പോയി പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞാല് പിന്നെ ഒക്കെ ഓരോന്റെ ഭാഗ്യമാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതെ അതെ എക്സാക്ട്ലി. ഇപ്പോ സാറ് ഇപ്പൊ അവിടെ കഴിഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ റെവിറ്റ്, റൈനോ അപ്പൊ സാർ, ഇതൊക്കെയാണ് ഇപ്പോ. ഞാനിപ്പോ എന്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഇപ്പൊ സൗദിയാണ്. ഇപ്പൊ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം പൊതുവെ ഖത്തറിൽ ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഇപ്പോ സൗദിയിൽ രണ്ടാമത് ഒരുപാട് പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതെ അതെ. സൗദിയിൽ കുറെ ജവാൻ ഫ്രണ്ട്സുമായിട്ട് പ്രോജക്റ്റിന്റെ മീറ്റ് ഒക്കെ ചെയ്തപ്പോ അവിടെ ഉണ്ട്. അതെ അതെ. കുറെ ഫ്രണ്ട്സുമായിട്ട് എന്റെ കുറെ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്. കൂടുതൽ വരുന്നതും സൗദി പ്രൊജക്ട്സ് ആണ്, നിയോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് അപ്പൊ ആണ്. സൗദിയിൽ എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അപ്പൊ അവരുമായിട്ട് മീറ്റ് ചെയ്തപ്പോ അവർ പറഞ്ഞ വെച്ചാൽ ബിമ്മിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ബിമ്മ് പഠിച്ചോ എന്നല്ല പറഞ്ഞു. അതിന് വേറെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതെ അതെ. 10,000 റിയാൽ കിട്ടുന്നുണ്ട് സാലറി. അതെ അതൊക്കെ അതെ. കിട്ടുന്നുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടിയത്. അതാണ് ഞാൻ അതിൽ ഇൻട്രസ്റ്റ് ആയത്. അതെ അതെ. അതെ, ശരിയാണ്. എനിക്ക് പറയാനുള്ളത് ആക്ച്വലി ഇപ്പൊ ഫൈസൽ റഹ്മാൻ, പിന്നെ നിങ്ങൾക്ക് ആക്ച്വലി ബിം പഠിക്കുമ്പം കിട്ടുന്ന ഒരു നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഒരു ബിം കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നോർമൽ ഒരു ബിം കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കുറച്ചുകൂടെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. അതേസമയം ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ജസ്റ്റ് ടൂളാണ് പഠിക്കുന്നത്. അവിടെയാണ് ആക്ച്വലി പ്രശാന്ത് അസോസിയേറ്റ് ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി അവരുടെ തീർച്ചയായിട്ടും ഞാന് സത്യത്തിൽ നിങ്ങളുടെ ഈ ഫേമിനെ പറ്റി ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്തപ്പോഴാണ്, അതിലാണ് കാണുന്നത് പ്രശാന്ത് ആൻഡ് അസോസിയേറ്റ്സിന്റെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ അങ്ങനെയാണ് ഞാൻ ഇൻട്രസ്റ്റഡ് ആയത്. ഞാൻ ഇതിനു മുമ്പ് കോഴിക്കോട് പാളയത്തിന്റെ അവിടെ ഒരു CAD സെന്ററിൽ പോയിരുന്നു, ഈ ബിമ്മിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവര് ഈ പറഞ്ഞ ജസ്റ്റ് ടൂൾസുകൾ ഇങ്ങനെ പറഞ്ഞു തരുന്നല്ലാതെ എന്താണ് ഒരു പ്രൊജക്ട് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൊജക്ട് ബിമ്മിലൂടെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. അല്ല വെറുതെ നമ്മൾ അതെ അതെ. ടൂള് കാര്യങ്ങൾ പഠിച്ചിട്ട് അത് പോയിട്ട് കാര്യമില്ല. അതെ സത്യമാണ്. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ടൂള് കൈമ കിട്ടിയിട്ട് അതെങ്ങനെ നമുക്ക് എവിടെ അത് ഫിക്സ് എവിടൊക്കെ ചെയ്യണം. അപ്പൊ എവിടൊക്കെ യൂസ് അതെ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് അതെ പ്രൊജക്ട് കയ്യിൽ കിട്ടും. കാരണം നമ്മളെ ഒരു ഓഫീസിലൊക്കെ അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ കമ്പനി നമുക്കൊരു പ്രൊജക്ട് നമ്മൾ മുമ്പിലേക്ക് കിട്ടുന്നത്. അപ്പൊ ആ അതെ. പ്രൊജക്ട് എങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയണം. അല്ലെങ്കിൽ അത് ഒരു പ്രശ്നമാണ്, നമ്മളതിൽ ഫെയിൽഡ് ആയി പോകും. ആ ആ അപ്പൊ ഞാനത് ഇന്നലെ എന്നെ ഒരു മാഡം വിളിച്ചു, നേഹയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ അപ്പൊ അവര് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നത് കാര്യം, അതിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആയി. ആ. അപ്പോ എനിവേ താങ്ക് യു. ടുമോറോ ആഫ്റ്റർ ടുമോറോ ഐ തിങ്ക് യുവർ ഓഫീസ് ഹൈലൈറ്റ് ബിസിനസ് പാർക്ക്. ഹൈലൈറ്റിന്റെ തൊട്ടടുത്താണ്. ആണ് ഞങ്ങളെ ഓഫീസ് ആക്ച്വലി. അപ്പൊ ഞങ്ങളെ ഓഫീസിൽ നിന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നാളെ വന്നിട്ട് അവിടെ പ്രശാന്ത് അസോസിയേറ്റ്സിന്റെ ഓഫീസ് അതിന്റെ താഴെ തന്നെയാണ്. അപ്പം അവിടെ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് അവിടെയുള്ള ആൾക്കാർ, ഐ മീൻ ഇവരൊക്കെ സുശാന്ത് സാറ്, നിയാസ് സാറ്, ഇവരൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് മീറ്റ് ചെയ്യാം.
Okay. Sure. Tomorrow or after tomorrow, I will come there. Okay. ഓക്കെ ഓക്കെ, നിങ്ങൾ താങ്ക് യു ജസ്റ്റ് സർ. വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. Okay. Sure. മിഗ്ദാദിന്റെ ഓഫീസ് ഉണ്ടാവല്ലോ എന്തായാലും അവിടെ, അപ്പോ അതെ, അവിടെ ഡയറക്റ്റ് മീറ്റ് ഞങ്ങളെ സ്റ്റാഫ് വിളിച്ചിട്ടുണ്ടാവാം. Okay. അതെ. താങ്ക് യു ഫൈസൽ. നിങ്ങളുടെ Okay. കമ്മ്യൂണിക്കേഷൻ Thank you. കൂടെ ഉള്ളവർക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലാവണം. ഇതേ തീർച്ചയായിട്ടും സാധനങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഇത് അപ്ഡേറ്റഡ് ഹൈലൈറ്റ് ചെയ്യാൻ ആയിരിക്കണം. ഞങ്ങൾ നമ്മള് ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങൾ സാറിനോട് പറഞ്ഞു, ഞാൻ CAD പഠിച്ചു, പിന്നെ അതിന്റെ ശേഷം 3D ഭയങ്കര ചാൻസ് ആണ്. 3D പഠിച്ചു, പിന്നെ ഫോട്ടോഷോപ്പ് പഠിച്ചു, അതിന്റെ ശേഷം പിന്നെ MEP കുറച്ച് MEP CAD പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ നമ്മൾ ഇത്രയും വർഷം കാരണം ഇതൊക്കെ ഫൈസൽ, പഠിച്ച എക്സ്ക്യൂസ് കാലത്ത് മീ, നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആക്കുക. നമ്മളിപ്പോഴും ആ ഓട്ടോക്കാടും തള്ളിയും കൊണ്ട് നിന്നാല് അത് കാരണം നമ്മളെ പിന്നിൽ വരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നത്. അപ്പൊ നമ്മളത് അതെ, എക്സ്ക്യൂസ് മീ ഫൈസൽ, സംസാരിച്ചോട്ടെ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ 3 months കൊണ്ട് മിനിമം ആയിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് എല്ലാവർക്കും എല്ലാ ഫേമുകളിലും നമ്മൾ ഓഫീസ് ചെയ്യുന്ന മാതിരി ഫുൾ പ്രൊജക്ട് ചെയ്യുന്നില്ല. റെസിഡൻഷ്യൽ ചെയ്യുന്ന പ്രൊജക്ട്സ് ആണെങ്കിൽ അവിടെ കൂടുതൽ റെസിഡൻഷ്യലിലേക്കും കുറച്ച് കമേഴ്ഷ്യൽസ് ഉണ്ടാവും. ആക്ച്വലി ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്നത് ഫുൾ പാക്കേജ് ആയിട്ടുള്ളതാ. റിസോർട്ട് എല്ലാം ഇപ്പം അവര് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് വരുന്ന കോഴ്സ് സെറ്റിന്റെ എല്ലാ എന്തൊക്കെ നമ്മുടെ ഇത് ചെയ്യുന്നുണ്ട് എല്ലാത്തിലും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ ഓഫീസിൽ നിന്ന് അവർക്ക് കിട്ടും. അതാണ് അവർക്ക് ചെയ്യാൻ, അതാണ് അവർക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ഉള്ളത്. റെസിഡൻഷ്യൽ ആയാലും കൊമേഴ്ഷ്യൽ ആയാലും മറ്റുള്ള റിസോർട്ട് അങ്ങനത്തെ, കാരണം നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോജക്റ്റ് ഏതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എപ്പോഴും നിങ്ങൾക്ക് വേണ്ട എല്ലാ പാക്കേജസിനും നിങ്ങൾക്ക് വേണ്ട മിനിമം ഒരു നോളജ് ഞങ്ങൾക്ക് അവിടെ തരാൻ പറ്റും. അതാണ് നമുക്ക്, അതുകൊണ്ടാണ് നമ്മൾ ഇവരായിട്ട് BIM-ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു കോഴ്സിനെ കുറിച്ച് ആലോചിച്ചതും. ഞങ്ങളൊക്കെ മുമ്പ് അനുഭവിച്ച കാര്യങ്ങൾ ഇനി വരുന്നവർക്ക് ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് എൻക്വയറീസ് ഉണ്ട് ആക്ച്വലി. അപ്പം ഈ വരുന്നവർക്ക് മാക്സിമം ഞങ്ങളൊരു നല്ലൊരു കണ്ടന്റ് കൊടുത്തിട്ട് അവർക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ കൊടുക്കുന്നത് ആക്ച്വലി. ഒരുപാട് ആളുകൾക്കില്ല, മിനിമം ആളുകൾക്ക് മാത്രം. അതിൽ നമ്മൾ നോക്കിയിട്ട് ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവർക്കൊരു ഉപകാരം ഉണ്ടാവും, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അങ്ങനത്തെ ആളുകളാണ് കുറച്ചും കൂടി നല്ലത്. തീർച്ചയായിട്ടും. Okay, tomorrow or after tomorrow I will come there. Okay. Okay, sir. Thank you very much. Okay. Thank you, sir. Thank you. Anybody else? എന്തെങ്കിലും queries? So I hope it's time to wind up our session. And thanks a lot for who all have joined our session. I was very delighted to have all the students as well as working professionals for our webinar. നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് beneficial ആയി, sorry, is there someone raising their hand? Okay. Coming to the webinar, നിങ്ങളുടെ വാല്യുബിൾ ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് warm welcome. I believe Neha had a network issue. So thank you guys. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ. പിന്നെ സുശാന്ത്, എനിത്തിങ്? ഹലോ, എല്ലാരോടും ഒരു താങ്ക് യു. താങ്ക് യു. നേഹ അല്ലെങ്കിൽ നമ്മളുടെ ഈ വെബിനാറിൽ പ്രസന്റ് ആയ എനിബഡി ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേഹാസ് ബാക്ക് ഓൺലൈൻ. നേഹ, പ്ലീസ് കണ്ടിന്യൂ. Sorry, there was a small technical issue. So thank you all for having us, having with our team for this webinar. I hope this is being very beneficial to you. And last, I would like to add on, as we've already promised, നമ്മുടെ firm focus ചെയ്യുന്നത് is on the quality of the work and the knowledge that we are providing. So ഈ കോഴ്സും അത്രത്തോളം തന്നെ നമുക്കും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളെ ആ ഒരു എക്സൽ ചെയ്യുക, നിങ്ങളെ കരിയർ അഡ്വാൻസ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മോട്ടീവ് തന്നെയാണ്. സോ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ദിസ് കോഴ്സ് ഇസ് ആക്ച്വലി ലിമിറ്റഡ് ടു ഓൺലി 25 സീറ്റ്സ്. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ സെന്റർ എന്നുള്ള രീതിയിലല്ല വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ നമ്മൾ എത്ര സ്റ്റുഡൻസ് ആണോ നമ്മുടെ ഇൻടേക്കിൽ വരുന്നത് അവരെ നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മോട്ടീവോടുകൂടിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. So our seats are very much limited to 25. So it's never too late to join our course. You can feel free to contact us regarding the course details, the joining date, and other queries you have. And thank you all for making this webinar a successful one. Thanks a lot on behalf of my team. താങ്ക് യു.
Thank you, Neha. All right. Good night. താങ്ക് യു.